തഴയപ്പെടുന്ന സമൂഹത്തിനെ ഒന്ന് ഉയർത്താൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ചിന്തയിലാണ് രാഷ്ട്രീയത്തിലേക്ക് കടന്നത്. ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഏതെങ്കിലും ഒരുത്തിന്റെ അടുക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അവൻ അന്നേരം പോക്കറ്റിൽ നിന്ന് സാധനം എടുക്കും. ദാഹിച്ച് നിൽക്കുന്നവന് ഒരു തുള്ളി വെള്ളം കുടിക്കണമെങ്കിൽ 20 രൂപ ഉപയോഗിക്കണം. ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കയ്യിലുള്ള അധികാരം എന്നാണെന്നറിയാം, നമ്മളെ വലിപ്പിക്കുക എന്ന് പറയുന്ന സാധനം. നമ്മളെ സംരക്ഷിക്കേണ്ട കടമ അവർക്കുണ്ട്. എല്ലാം കാണുന്നിടത്ത് മേലിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു പണ്ട്. അറിവില്ലായ്മയാണ് പ്രശ്നം. ഇന്ത്യൻ നിയമം ഏത് പാഠപുസ്തകത്തിലുള്ളൂ? നിയമം പഠിക്കാതെ എങ്ങനെയാണ് ചേട്ടാ നമ്മളിവിടെ നിയമം പാലിച്ച് ജീവിക്കാൻ പറ്റുക? കേരളത്തിലെ ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നത് മദ്യവും ലോട്ടറിയും. നാണം കെട്ട വരുമാനമാണ്. 100 രൂപയുടെ മദ്യത്തിന് 1500 രൂപ പിരിഞ്ഞു മേടിക്കുകയാണ്. സർക്കാരിന് മേളിലൊരു സാധനം ഇല്ലല്ലോ. സർക്കാരിന്റെ മണ്ണെണ്ണ, സർക്കാരിന്റെ പെട്രോൾ എന്ന് വേണ്ട എല്ലാ സാധനവും സർക്കാരിന്റെ അണ്ടറിൽ വന്നാൽ വരുമാനമായില്ലേ? നമ്മൾ സാധാരണക്കാരൻ ഒരു ബാങ്കിൽ ലോൺ എടുക്കാൻ ചെന്നാൽ കുടിയുടപ്പാവകാശം, അവന്റെ മറ്റേടത്തെ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് 100,000 പേപ്പർ വേണം. നമ്മൾ പോലും അറിഞ്ഞിട്ടില്ലടോ നമ്മളെ പണയം വെച്ച ബസ് സ്റ്റോപ്പ് പണിയാണ്. ഇരുന്നാതെ ഇങ്ങനെ പോണേ. MLA ഫണ്ടിൽ നിന്നും എന്നാ MLA എവിടുന്ന ഫണ്ട്? ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പ്രതിനിധി ആവണം. രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള പ്രധാന കാരണം എന്നെ പല ആൾക്കാരും ചതിച്ചു. കേരളത്തിന് ഇത്രയും പേരെ നിയന്ത്രിക്കാൻ ഒരു മന്ത്രിയല്ലേ ഉള്ളൂ, മുഖ്യമന്ത്രി ഒരെണ്ണമല്ലേ ഉള്ളൂ. കമോൺട്ര ഏലിയ എന്ന് പറഞ്ഞ ഞാനൊരു സിനിമ ചെയ്തത്, സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹം കൊണ്ട് വരുന്ന നിരവധി ആൾക്കാരുണ്ട്. ഞാൻ അമൽനീരത്, സത്യനന്ദിക്കാട്, ഒരുവിധ എല്ലാ സംവിധായകരുടെയും ഞാൻ ആ പ്രാഥമിക ഘട്ടത്തിൽ ചാൻസ് ചോദിച്ചാണ്. അറിയാൻ പാടില്ല ഞാൻ കാലഘട്ടം. നിരവധി ആർട്ടിസ്റ്റുകളോട് പോയി കഥ പറഞ്ഞു. അതിനകത്ത് ഒരു കഥ ഒരുത്തിന് അടിച്ചുകൊണ്ട് പോകുന്നില്ല, ഒന്നിൽ കൂടുതൽ കഥകൾ അടിച്ചുകൊണ്ട് പോകും. നമ്മൾ രക്ഷപ്പെടാതെ ഒരുത്തനും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല. 20ഓളം ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ, ആ സിനിമ തിയേറ്ററിൽ ഇറങ്ങിയില്ല. കഴിവുള്ളവന്റെ കഴിവ് പുറത്തു വന്നാലേ ജനങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. 2 ഫോൺ കോളിൽ ലാലേട്ടന്റെ ഡേറ്റ് കിട്ടും. സുരാജ് വെഞ്ഞാറമൂട് എന്റെ കഥ കേട്ട് എന്നെ കെട്ടിപ്പിടിച്ചിരുന്ന് കരഞ്ഞ് നമുക്ക് ഉടനെ ചെയ്യാണെന്ന് പറഞ്ഞ സാധനം പുള്ളിയുടെ മാനേജറായിട്ടുള്ള ഉണ്ണിയുടെ ഈഗോ കാരണം നടന്നില്ല. ശ്രീനാഥ് ബാസി എന്ന് പറയുന്നതിന്റെ ഇടയ്ക്ക് കഥ പറയാൻ വേണ്ടിയിട്ട് 10 തവണ പപ്പായ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ വന്നില്ല. ലാസ്റ്റ് ഇതിനോട് വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, എന്റെ പൊന്നു ബ്രോ എന്താണ് ഈ പരിപാടി എന്ന് ചോദിച്ചപ്പോൾ അവൻ വിളിച്ചത് ഒരു മൊത്തം ഞാൻ കേൾക്കേണ്ടി വന്നു. പടം എനിക്ക് വർക്കായില്ല. ഞാൻ പുറത്തു വന്ന് അന്തസ്സായിട്ട് അത് പറഞ്ഞു. ഇവന്മാരിൽ ഒരുത്തം വന്നെ ചവിട്ടി തമ്പു കൊടുത്തേക്കണത് തിയേറ്ററിലിട്ട് ഇവനെ ചവിട്ടി കൂട്ടി. കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കിയത് ഗാന്ധിജിയല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് വില കൂടുമ്പോൾ സാധാരണക്കാരൻ ഞെരുങ്ങുമല്ലേ. വൻകിട ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് വലിയൊരു പ്രൊജക്ട് വരുന്നുണ്ടോ? അപ്പൊ കലാകാരന്മാരെ ഒതുക്കാനായിട്ട് ഒരു വിഭാഗം ശ്രമിക്കുമ്പോൾ കലാകാരന്മാരുടെ ഇടയിൽ നിന്ന് ആരെങ്കിലും വരണ്ടേ? നമസ്കാരം, വെൽക്കം ടു JC സ്റ്റുഡിയോ. അതിഥികൾ എപ്പോഴും നമ്മൾ ഒരുപാട് അതിഥികളെ കുറിച്ച് പറയുമ്പോൾ സിനിമയുടെ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ പറയുന്നത്. സിനിമക്കാരൻ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ അതിഥി എന്ന് പറയുന്നത് സിനിമാക്കാരൻ തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി ഇന്ന് വളരെ സെൻസേഷനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ കുറിച്ച് പറയാനാണെങ്കിൽ എൻ്റെ ഈ നാവ് തികയില്ല, 100ഓളം നാവ് വേണ്ടി. അങ്ങനത്തെ ഒരു വലിയൊരാളാണ്. മാത്രമല്ല ചേർത്തല നിയോജക മണ്ഡലത്തിൽ സ്വതന്ത്രനായിട്ട് ക്യാമറ ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരു വ്യക്തി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു സിനിമാക്കാരനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സാധനം, ഫസ്റ്റ് അവൻ ആഗ്രഹിക്കുന്ന ഒരു സാധനം ഒരു ക്യാമറ സ്വന്തമാക്കാനാണ്. അതും ഒരു ഡയറക്ഷൻ സൈഡിൽ നിൽക്കുന്ന ഒരു വ്യക്തി, ഡയറക്ടർ ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാൾ. അതേ ക്യാമറ തന്നെ സ്വതന്ത്രനായിട്ട് മത്സരിച്ചപ്പോൾ ചോദിച്ചു വാങ്ങിയതാണെന്ന് നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം. അതെനിക്കറിയില്ല. അപ്പോൾ ആ വ്യക്തി ഇന്ന് എൻ്റെ മുന്നിൽ, നിങ്ങളുടെ മുന്നിലുള്ളത് നമ്മുടെ എല്ലാവർക്കും പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയ, ഇദ്ദേഹത്തെ അറിയാത്തവരായിട്ട് സോഷ്യൽ മീഡിയയിൽ വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ പറയുള്ളൂ. അല്ലേ സാറേ? സാറിലേക്ക് ഡയറക്ടർ വരാല്ല. സാറേ നമസ്കാരം. നമസ്കാരം. സച്ചിൻ. ഇഷ്ടപ്പെട്ട് അല്ല, അതൊരു ചെറിയ കാര്യമല്ലേ. എന്റെ അച്ചീവ്മെന്റുകളെ കുറിച്ചാണ് നിങ്ങൾ സംസാരിച്ചത്. അതെ, നമ്മുടെ കാര്യങ്ങൾ മറ്റൊരാൾ പറയുന്നത് കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം നമുക്കല്ലേ ഉണ്ടാവും. തീർച്ചയായിട്ടും. നിങ്ങൾ ചോദിച്ച ചോദ്യം ക്യാമറ ചോദിച്ചു മേടിച്ചാണ് ആണല്ലേ? അത് വെറുതെ മേടിച്ചല്ലേ. ഇപ്പൊ ഞാനൊരു സിനിമാ പ്രവർത്തകനായതുകൊണ്ട് മാത്രം മേടിച്ചല്ല. ക്യാമറ വന്നതിന് ശേഷമാണ് രാഷ്ട്രീയത്തിൽ വികസനം ഒരു കുറച്ചെങ്കിലും വരാൻ. കറക്റ്റ് അല്ലേ? ഈ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഏതെങ്കിലും ഒരുത്തിന്റെ അടുക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അവൻ അന്നേരം പോക്കറ്റിൽ നിന്ന് സാധനം എടുക്കും. സത്യമായിട്ടുള്ള കാര്യം അല്ലേ? കട്ടറില്ലാത്ത റോഡ് കാണാൻ തുടങ്ങിയത് എത്ര വർഷമായി? അതെ, ഇപ്പോഴല്ലേ? അതെ. അതിന്റെ കാരണം ക്യാമറയാണ്. അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മുടെ ആയുധമാണല്ലോ. അതെ, സിനിമയുടെ ആണെങ്കിലും. ഇപ്പൊ സാറ് ഈ പറഞ്ഞൊരു കാര്യം പറഞ്ഞപ്പോഴാണ് ക്യാമറയുടെ കേസ് പറഞ്ഞപ്പോൾ, മുമ്പെല്ലാം നമ്മളൊരു ഗവൺമെന്റ് ഓഫീസിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പോയാൽ അവർ പൈസ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാണ്ട് ഒരു നിവൃത്തിയില്ല. പണ്ട് തുടങ്ങിയേ ഉള്ളൊരു സംഭവമാണ് കൈക്കൂലി കൊടുക്കാണ്ട് നിവൃത്തിയില്ല. അല്ലെങ്കിൽ എന്താ പറയാ, എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞല്ല, അല്ല ഒപ്പിനൊരു കുപ്പി. അപ്പൊ അത് പണ്ട് തുടങ്ങിയുള്ള ഒരു ശീലമാണ്. എന്നാൽ ഇന്ന് ഈ പറഞ്ഞ
ക്യാമറയും അതേപോലെ സംഭവങ്ങളും വന്നതിന് ശേഷം എത്ര ഓഫീസർമാർ പിടിക്കപ്പെട്ടു. അതെ, എന്നിട്ടും അവരിപ്പോഴും ചെയ്യുന്നില്ല ധൈര്യം. കഴിഞ്ഞ ആഴ്ച കൂടി പൊക്കി. അതായത് ഇതിന്റെയൊക്കെ കുഴപ്പം നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ പൈസ എന്ന് പറയുന്ന സാധനം നമുക്ക് ഗാന്ധിജീനെ ഭയങ്കര ഇഷ്ടമാണ്. ഈ പൈസക്കകത്ത് ഗാന്ധിജീനെ വെച്ചത് കൊണ്ടാണ് ഇന്നും ജനങ്ങൾ ഗാന്ധിജീനെ ഓർത്തിരിക്കുന്നത്. എല്ലാ കാര്യത്തിലും അതെ. ദാഹിച്ച് നിൽക്കുന്നവന് ഒരു തുള്ളി വെള്ളം കുടിക്കണമെങ്കിൽ 20 രൂപ കുപ്പി കൊടുക്കണം. പിന്നെ അന്നേരം മേലോട്ട് നോക്കിയിട്ട് മഴയെ നോക്കിയിരിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ ഈ പൈസ എന്ന് പറയുന്നത് ഒരു പാസ് പോലെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കയ്യിലുള്ള അധികാരം എന്നാണെന്നറിയോ? നമ്മളെ വലിപ്പിക്കുക എന്ന് പറയുന്ന സാധനം. നിങ്ങൾ നേരത്തെ പറഞ്ഞ കഥയിലേക്കേ പോണം. നമ്മളിപ്പോ ഒരു സർട്ടിഫിക്കറ്റിന് ചെല്ലുമ്പോൾ ഇവിടെ എന്ത് പണിയിരിക്കണം എന്നാണ് ഒന്ന് നോക്ക്, വെരിഫൈ ഒപ്പിടുക, പോവുക, അടുത്ത പരിപാടി, ഇത്രയുള്ള പരിപാടി. പക്ഷേ നമ്മളൊരു സർട്ടിഫിക്കറ്റിന് അങ്ങോട്ട് ഇരുന്ന് ഇപ്പൊ ഒരു വില്ലേജ് ചെല്ലാണ്, എന്റെ വീടിന്റെ നമ്പർ ഇടണം. അപ്പൊ ഇവര് നോക്കിയിട്ട് ഇതിപ്പോ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേടത്ത് മറിച്ച വാങ്ങാത്തില്ല എന്ന് പറയുമ്പോ ചെല്ലുന്നവൻ കുഴയും. അവൻ ഇത് അന്വേഷിച്ച് പോകാനും നടക്കാനും വീട്ടിൽ നിന്ന് വില്ലേജ് ഓഫീസ് വരെ നടന്നു പോകാനും അവന് അന്നത്തെ ദിവസം തൊഴിൽ പോയി. 1000 രൂപയ്ക്ക് കൂലിപ്പണിക്ക് പോകണവനാണ് അന്നത്തെ ദിവസത്തെ തൊഴിൽ പോയി. അപ്പൊ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഇവന് കൂടുതലാക്കി കൊടുത്താൽ, ഒരു 2 ദിവസം കൂടി ഇവന്റെ പണി പോട്ടെ എന്ന് കരുതിയാൽ അവൻ എന്നാ ചിന്തിക്കും? ആ 2 ദിവസം കൂടി ഇയാൾ വലിപ്പിച്ച ഇവന്റെ 3 ദിവസത്തെ തച്ചുപോയി. സത്യം. 3000 രൂപ നഷ്ടം. പിന്നെ ആ 3 ദിവസം ഇവൻ കയറി നടക്കണം. ആ സമയത്ത് അവന് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പാടില്ലേ? അപ്പൊ ഇവന് മൊത്തത്തിൽ നഷ്ടം ഒരു 6000 രൂപ. സത്യം. ഇവർക്കൊരു 2000 രൂപ കൊടുത്താൽ ഈ കാര്യം നടക്കട്ടെ എന്ന് അവൻ ചിന്തിച്ചു പോകുന്നതിന്റെ കാരണം അവൻ ആ ബുദ്ധിമുട്ടുണ്ടാക്കിക്കാനുള്ള പവർ ഇവരുടെ കയ്യിൽ ഉണ്ടായതുകൊണ്ടാണ്. ആ പവറാണ് ക്യാമറ നശിപ്പിച്ചു കളഞ്ഞത്. കാര്യം ഇപ്പൊ എന്നെ പോക്കറ്റിൽ സുനായിട്ടുണ്ട് വന്നു കഴിഞ്ഞാൽ ഇവര് ലോക്കാവാണ്. അതുപോലെ തന്നെ പല കാര്യങ്ങളും പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും എവിടെ ചെന്നാലും ക്യാമറ ഒരു ആയുധമായി. അല്ല, അത് ഇപ്പൊ സാറ് പോലീസ് സ്റ്റേഷന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പൊ പോലീസുകാരാണെങ്കിൽ പോലും ഒരു പരിധി വരെ വളരെ ഫ്രണ്ട്ലി ആ ഒരു ലെവലിലാണ് പോകുന്നത്. വേറെ നിർവാഹമില്ല. കാരണം എല്ലായിടത്തും ക്യാമറ, CC ക്യാമറ അടക്കം എല്ലായിടത്തും CC ക്യാമറ ഉണ്ട്. കാരണം എനിക്ക് ഇന്നലെ അനുഭവം ഉണ്ടായേ. ഞാൻ ഇന്നലെ സ്റ്റേഷൻ വരെ എനിക്കൊന്ന് എളമക്കര സ്റ്റേഷനിൽ പോകേണ്ടി വന്നു. പക്ഷെ വളരെ മാന്യമായിട്ടാണ് അവിടുത്തെ സാറ് സംസാരിച്ചതും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. അപ്പൊ അതൊക്കെ നമുക്കൊരു എക്സ്പീരിയൻസ് ആണ്. പണ്ടത്തെ ആ ഒരു ലെവലല്ല ഇന്ന് പോയിക്കൊണ്ട്. അതായത് പോലീസ് സ്റ്റേഷനിൽ ഒരു സിസ്റ്റം ഉണ്ടെന്ന്. ഇപ്പൊ നമ്മളിപ്പോ ഒരു പരാതി കൊടുത്തു, പരാതി സിവിൽ ആണോ ക്രിമിനൽ ആണോ എന്ന് അവരാദ്യം നോക്കും. കറക്റ്റ്. സിവിൽ ആണെങ്കിൽ അവരൊന്ന് ചവിട്ടും. കാര്യം അവരുടെ പരിധിയിൽപ്പെടുന്ന സാധനമല്ല സിവിൽ കേസ്. മനസ്സിലായി. എന്നാലും അവരതിനെ നിർത്തും. 2, ഇവരും മനുഷ്യരാണ്. ഇവര് മറ്റേ അന്യഗ്രഹത്തിൽ നിന്ന് വന്നവരൊന്നും ഒരിക്കലും അല്ല. ഇവർക്ക് ജോലി എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ കാര്യങ്ങൾ നോക്കി നമ്മുടെ പ്രശ്നങ്ങൾ ഇല്ലാത്ത രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ്. കാര്യം 5.5 ലക്ഷത്തോളം സർക്കാർ തൊഴിലാളികൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഈ സർക്കാർ തൊഴിലാളികളെ മൊത്തം മുഖ്യമന്ത്രിയുടെ അണ്ടറിലാണ് വരുന്നത്. ഈ 5.5 ലക്ഷം തൊഴിലാളികൾക്ക് മാസശമ്പളം എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കും? നമ്മൾ പോയി അരിയും സാധനവും കടയിൽ പോയി വാങ്ങിക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള GSTയുടെ ഒരു വിഹിതമാണ് മുഖ്യമന്ത്രിക്ക് കിട്ടിയിട്ട് മുഖ്യമന്ത്രി ഇവർക്ക് പിരിച്ചു കൊടുക്കണം. അപ്പൊ ആക്ച്വലി നമ്മളെ സംരക്ഷിക്കേണ്ട കടമ അവർക്കുണ്ട്. പണ്ട് ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ അധികാരം എന്ന് പറയുന്ന സാധനം ഭയങ്കര ഒരു വലിയ സംഭവമായിട്ട്, അതായത് ഇപ്പൊ ഞാൻ പറയാം, എടാ മോനെ ഇങ്ങോട്ട് വന്നേ എന്ന് പറയുമ്പോൾ അവൻ ഓടി വരുന്നില്ല. നമ്മളെ വീട്ടിലെ പിള്ളേര് എടാ മോനെ അത് ചെയ്യരുത് കേട്ടോ, നീ അങ്ങനെ ചെയ്യേ എന്ന് പറയുമ്പോൾ ആ പിള്ളേരെ അനുസരിക്കുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുമല്ലോ. ഇത് തന്നെയാണ് അധികാരം. അപ്പൊ നമ്മൾ പറയുന്നിടത്ത് ഒരു 10 പേര് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇവർക്കൊരു ഹുങ്ക് അങ്ങോട്ട് കയറും ചിലർക്ക്. ആ ഹുങ്ക് മൊത്തം ക്യാമറ വന്നപ്പോൾ തീർന്നു. അപ്പൊ ഇങ്ങനത്തെ 100,000 ഗുണങ്ങൾ പിന്നെ എല്ലാം കാണുന്നിടത്ത് മേലിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു പണ്ടേ. അതെ, ഇപ്പൊ എല്ലാം കാണുന്നത് ക്യാമറ കണ്ടോണ്ടിരിക്കും. ആ സംഭവം യാഥാർത്ഥ്യമായി. അതുപോലെ തന്നെ നമ്മൾ പറയുമായിരുന്നു അശരീരി കേൾക്കുന്നു. പഴയ നസീറിന്റെ വണ്ടിപ്പിണ്ട് ഞാൻ ഒരു അശരീരി കേട്ടെന്നൊക്കെ പറഞ്ഞ നസീറിന്റെ ഇതിലൊക്കെ ഉണ്ട്. ഇന്നിപ്പോ ചാറ്റ് GPTയിലും ജെമിനിയിലും എന്താ നടക്കണത്? അശരീരിയല്ലേ അതെ കേട്ടോണ്ടിരിക്കുന്നത്. അറിവില്ലായ്മയാണ് പ്രശ്നം. സത്യം. ഇപ്പോഴും ഞാൻ പറയട്ടെ, നമ്മളുടെ സമൂഹത്തിൽ വിദ്യാഭ്യാസമുണ്ട്. വിദ്യ അഭ്യസിക്കുക എന്നാണല്ലോ എന്ന് പറയാ. ഏത് വിദ്യയാണ് ഇവർ അഭ്യസിപ്പിക്കുന്നത്? ഇവര് ആദ്യം തന്നെ അക്ഷരങ്ങൾ പഠിപ്പിക്കും. നാനാജാതിക്കാരുടെ എല്ലാ പരിപാടിയും അത്. ഇത് കഴിഞ്ഞ് ഇവര് 5ാം ക്ലാസ് 10ാം ക്ലാസ് ഒക്കെ വരുമ്പോൾ ബുദ്ധിയാ പരിശോധിക്കണം. ഈ പരീക്ഷ എന്ന് പറയുന്നത് ബുദ്ധി പരിശോധിക്കലാണോ? തീർച്ചയായിട്ടും. ഇതിനകത്ത് ഡിഗ്രി +2 ഒക്കെ കഴിയുമ്പോഴത്തേക്കിന് ഇവനെ ഏതെങ്കിലും ഒരു പണിക്ക് കൊള്ളുന്നവനാവും, അല്ലെങ്കിൽ അവൻ നേരെ കൂലിപ്പണിക്ക് പോകും. ഇത് കഴിഞ്ഞ് ഡിഗ്രിയിലേക്ക് എത്തുമ്പോഴത്തേക്കിനാണ് വിദ്യ അഭ്യാസം തുടങ്ങണം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വിദ്യാഭ്യാസം. അതുവരെ വിദ്യ അഭ്യസിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കോച്ചിങ് ആയി നടക്കും. ഇവിടെ എവിടെയായാലും
ഇന്ത്യൻ നിയമം ഒരു 5 പേജ് വെച്ചെങ്കിലും കൊടുത്തുകൂടെ? ഇന്ത്യൻ നിയമം ഏത് പാഠപുസ്തകത്തിലാണോ? നിയമം പഠിക്കാതെ എങ്ങനെയാണ് ചേട്ടാ നമ്മളിവിടെ നിയമം പാലിച്ച് ജീവിക്കാൻ പറ്റുക? സത്യം. ഇത് നമ്മൾ മേടിച്ച് പുസ്തകം വീട്ടിൽ വെച്ചിട്ട് നമ്മൾ വായിച്ചു പഠിക്കണമെന്നാ പറയാം. അതിന് എല്ലാ സ്കൂളിലും ഇപ്പൊ നഴ്സറി പഠിക്കുമ്പോ ഇന്നിന്ന നിയമമുണ്ട് മക്കളെ, അത് ചെയ്യണം. 10ാം ക്ലാസ്സിൽ എത്തുമ്പോ ഇന്നിന്റെ നിയമമുണ്ട് മക്കളെ, ഇത് ചെയ്യണം എന്ന് പഠിപ്പിക്കണ്ടേ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കേരളത്തിലെ ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നത് മദ്യവും ലോട്ടറിയും. അതെ, നാണം കെട്ട വരുമാനമാണ്. 100 രൂപയുടെ മദ്യത്തിന് 1500 രൂപ പിരിഞ്ഞു മേടിക്കണം. ആരുടെ കയ്യിൽ നിന്ന്? ഈ കൂലിവിലക്ക് പോണേന്റെ കയ്യിൽ നിന്ന് അല്ലേ? അതിന് പകരം ഇവിടെ ഉൽപാദനങ്ങൾ ഉണ്ടാക്കണ്ടേ? അതെ, ഉൽപാദനം ഉണ്ടാക്കി നമ്മുടെ കേരള സർക്കാരിന്റെ കീഴിൽ നിരവധി ഉൽപാദനം. ഇപ്പൊ കേരള സർക്കാർ ഒരു കാർ ഇറക്കാന്ന് വെച്ചോ, ഇവിടെ ആൾക്കാർ എന്താ മേടിക്കാതിരിക്കൂ? ഒരിക്കലും ഇല്ല, മേടിക്കും. പിന്നെ അപ്പം സർക്കാർ നല്ലതാണെങ്കിൽ സർക്കാർ ഉണ്ടാക്കണത് നല്ലതല്ലേ? അതെ. സർക്കാർ എന്ന് പറയുമ്പോഴത്തേക്കിന് എന്താ സംഭവം? അത്ര എഫിഷ്യന്റ് ആയിട്ടുള്ള, അത്രയും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന, അതിന്റെ എല്ലാ ക്വാളിറ്റി മാനദണ്ഡങ്ങളും കടന്നിട്ടുള്ള സർക്കാരിന് മേലിലൊരു സാധനം ഇല്ലല്ലോ. സർക്കാരാണല്ലോ പരമാധികാരം. അപ്പൊ ആ സർക്കാർ സിസ്റ്റത്തിന്റെ മേൽനോട്ടത്തിലല്ലേ ഈ സാധനം ഇറങ്ങുള്ളൂ. അപ്പം നല്ലതായിരിക്കുമല്ലോ തീർച്ചയായിട്ടും. അപ്പൊ സർക്കാരിന്റെ അധീനതയിൽ ഒരു കാർ ഇറങ്ങുമ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞൊരു സാധനം വരും നമുക്ക്, ഇല്ലേ? സർക്കാരിന്റെ പഞ്ചസാര, സർക്കാരിന്റെ അരി, സർക്കാരിന്റെ മണ്ണെണ്ണ, സർക്കാരിന്റെ പെട്രോൾ എന്ന് വേണ്ട എല്ലാ സാധനവും സർക്കാരിന്റെ അണ്ടറിൽ വന്നാൽ വരുമാനമായില്ലേ? തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ നാട്ടുകാരെ കള്ളു കുടിപ്പിച്ച കാശിന് ഭരിക്കേണ്ട വരുമോ? നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടുത്തെ ടാക്സ് അടയ്ക്കുന്ന കാശ് മുഴുവനും ഈ പറയുന്ന 5.5 ലക്ഷം തൊഴിലാളികൾക്ക് കൊടുക്കാനുള്ള ശമ്പളമേ ഉള്ളൂ. അപ്പൊ പിന്നെ കാശ് നമുക്ക് ഡെവലപ്മെന്റ് വേണ്ടേ? അതിനെ എവിടുന്ന്? ഇപ്പൊ ഇവര് കടം എടുക്കും, മനസ്സിലായി, ലോൺ എടുക്കും. ഈ ലോൺ എടുക്കാനായിട്ടേ നമ്മൾ സാധാരണക്കാരൻ ഒരു ബാങ്കിൽ ലോൺ എടുക്കാൻ ചെന്നാൽ ഇവന്റെ അയലോക്കക്കാരന്റെ സർട്ടിഫിക്കറ്റ്, ഇവന്റെ സർട്ടിഫിക്കറ്റ്, ഇവന്റെ ഭൂമിയുടെ കുടികിടപ്പാവകാശം, അവന്റെ മറ്റേടത്തെ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് 100,000 പേപ്പർ വേണം. സർക്കാരിന് ഒരൊറ്റ ഡയലോഗേ ഉള്ളൂ: ഞങ്ങൾക്ക് 3.5 കോടി ജനമുണ്ട്, അതിൽ 2.5 കോടി ജനത്തിന് പണിയുണ്ട്, അവര് ഡെയിലി സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്, അതിൻ്റെ അകത്തുനിന്ന് അവർ ടാക്സ് അടയ്ക്കും. അടുത്ത 10 കൊല്ലത്തേക്കിന് അവർ ഏകദേശം അടയ്ക്കാൻ പോകുന്ന ടാക്സ് എന്ന് പറയുന്നത് ഇത്ര കോടി രൂപയാണ്. അതിന്റെ കുറച്ചെങ്കിലും ലോൺ തരും. ഇതാണ് ഗ്യാരണ്ടി. നമ്മൾ പോലും അറിഞ്ഞിട്ടില്ലടോ നമ്മളെ പണയം വെച്ച കാര്യം. ഈ കഴിഞ്ഞ 10 കൊല്ലവും നമ്മളെ പണയം വെച്ചേക്കുവാണ്. അല്ലാതെ എങ്ങനെ ലോൺ കിട്ടണേ? ഈ ലോൺ കിട്ടിയിട്ട് ഇവര് ഡെവലപ്മെന്റ് എന്ന് പറയും. പുറത്ത് ഒരു ബസ് സ്റ്റോപ്പ് പണിയാണ്, ഇരുന്നാതെ ഇങ്ങനെ പോണേ. അതെ, ഇതിന് 25 ലക്ഷം രൂപ, 30 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാണ്. ഇതേ സാധനം തന്നെ നിങ്ങൾ എന്നിട്ട് അതിനൊരു ബോർഡും വെക്കൂലോ, ഇന്ന MP-യുടെ അടുത്ത ഇലക്ഷന് ഇവർക്ക് ഇത് കൊടുക്കണ്ടേ? ഞങ്ങൾ കഴിഞ്ഞ ദിവസം അവിടെ ഈ പറയുന്ന ഇരിപ്പിടമില്ലാഞ്ഞപ്പോൾ ഞങ്ങൾ പണിതില്ലേ എന്ന് ചോദിക്കുമ്പോ അതിന്റെ പ്രമോഷന്റെ ഭാഗമാണ്. നമ്മുടെ കാശാണത്, നമ്മളെ പണയം വെച്ച കാശാ. ഇവര് അതിന് ഞങ്ങൾ മേൽനോട്ടം വഹിച്ചെന്ന് എഴുതിയാലും കുഴപ്പമില്ല. MLA ഫണ്ടിൽ നിന്നും എന്നാ, MLA ഒക്കെ ഇടുന്ന ഫണ്ട് കുടുംബത്തിൽ നിന്നും വല്ലയിടത്തുനിന്നും. ഞാൻ പറഞ്ഞു വന്നത് എന്നാന്ന് വെച്ചാൽ നമ്മളാണ്, സാധാരണക്കാരനാണ് ഒരു ഷെഡ് പണിയാ, ബസ് സ്റ്റോപ്പ് പണിയാന്ന് പറഞ്ഞ് നിങ്ങളൊരു ബാങ്കിൽ ചെല്ലേ, 25 ലക്ഷം രൂപ എസ്റ്റിമേറ്റഡ്, ഇവര് ലോൺ തരുമോ? തരില്ല. അവര് വന്ന് നോക്കിയിട്ട് പറയും ഇതിന് 25 ലക്ഷം രൂപ ഒന്നും തരാൻ പറ്റത്തില്ല, ഇതിന് ഇത്ര രൂപ. പിന്നെ എങ്ങനെയാണോ ഇവരിത് പണിയണത്? അപ്പൊ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ പാർട്ടി എന്ന് പറയുന്ന സമ്പ്രദായമാണ് ഇവിടെ ഭരിക്കുന്നത്, അല്ലേ? 1ാം പാർട്ടി, 2ാം പാർട്ടി, വലത്തെ പാർട്ടി, ഇടത്തെ പാർട്ടി, നടുവത്തെ പാർട്ടി, ചരിഞ്ഞ പാർട്ടി, നേരെ നിന്ന പാർട്ടി, കൊട പിടിച്ച പാർട്ടി, ഇങ്ങനെ പാർട്ടിയാ. ഇത് തന്നെയല്ലേ പണ്ട് രാജാവ് നയിച്ചത്? ചിത്ര തിരുനാൾ, തിരുവാതിര തിരുനാൾ, മറ്റേ അലവലാതി തിരുനാൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ രാജകൊട്ടാരമായിരുന്നു. ഈ രാജകൊട്ടാരം മാറ്റി ജനാധിപത്യം വേണമെന്ന് വാദിച്ചിട്ടല്ലേ നമ്മൾ ജനാധിപത്യ സിസ്റ്റം കൊണ്ടുവന്നത്. ഈ ജനാധിപത്യ സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഒരു പാർട്ടിക്ക് ഭരിക്കാൻ പറ്റുക? ചോദ്യം കറക്റ്റ് ആണോ അല്ലേ എന്ന് പറ. സത്യം. സ്വതന്ത്രന്മാരായിട്ടുള്ള ആൾക്കാർ വരണം, ജനപക്ഷത്ത് നിന്നും ആൾക്കാർ വരണം. ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പ്രതിനിധി ആവണം. ഇതെന്താ പ്രശ്നം? ജനങ്ങൾക്ക് പേടിയാണ്. ബ്രോ ഒരു പാർട്ടി പ്രവർത്തകനാണ്, അല്ലെ പാർട്ടീനെ വിശ്വസിക്കുന്ന ആളാണ്, ഞാൻ സ്വതന്ത്രനാണ്, എന്നെ സപ്പോർട്ട് ചെയ്തെന്ന് പബ്ലിക്കലി പറയാൻ നിങ്ങൾക്കൊരു പേടിയുണ്ടോ? കാര്യം എന്താ? മറ്റേ പാർട്ടിക്കാരോ ഇനി വീട്ടിക്കാരോ ഒന്ന് ബളം ഉണ്ടാക്കി എന്നെ തീർച്ചയായിട്ടും ആൾക്കാർ ചിന്തിക്കും അങ്ങനെ. ഈ ഭയം മാറാതെ ജനം സിസ്റ്റം ശരിയായില്ല, സിസ്റ്റം പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടോ 25 ലക്ഷം രൂപയ്ക്കും 30 ലക്ഷം രൂപയ്ക്കും ഈ കാണപണിയുമ്പോഴത്തേക്കിനും കാശ് മേടിക്കുന്നതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. സാർ അത് പറഞ്ഞപ്പോ
എനിക്ക് ഓർമ്മ വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു 30 ലക്ഷം അല്ലെങ്കിൽ 25 ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 നല്ല വീട് പണിയായി. ഇന്ന് ഇത്രയും മെറ്റീരിയലിന് റേറ്റ് കൂടിയിരിക്കുന്ന സമയമായിരുന്നിട്ട് പോലും. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞ അത് അത്യാവശ്യം നല്ല സൗകര്യത്തോട് വീട് പണിയാണ്, അല്ലാണ്ട് കൂടുതലല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ്, 4 ചുമരില്ലാത്ത ഒരു ബസ് സ്റ്റോപ്പ് പണിയാൻ വേണ്ടിയിട്ട് ഇവിടെ മേടിക്കുന്നത് ഇപ്പൊ സാറ് പറഞ്ഞ 20 ലക്ഷം രൂപ, 25 ലക്ഷം രൂപ, 30 ലക്ഷം രൂപ. നിങ്ങൾ ഇത് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ എല്ലാ ജനപ്രതിനിധികളും കെട്ടിട പണിക്കാരല്ലേ? അതെ. ഇവര് പണിയണത് മൊത്തം കെട്ടിടങ്ങളല്ലേ? അതെ. പിന്നെ പറയുമ്പോ റോഡ്, ഈ റോഡിനും കെട്ടിടത്തിനും കോമൺ ആയിട്ടൊരു സാധനം ഉണ്ട്, എന്നാന്നറിയാം? മെറ്റൽ അല്ലേ? ഈ മെറ്റൽ എവിടുന്നാ തന്നെ? പാറമടകളിൽ നിന്നാണ്. അതെ. അപ്പൊ ഇവർക്ക് ഈ ഒരു വാഴത്തണ്ട് പോലും നടാത്ത ഒരു പാർട്ടിക്ക് ഈ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി എടുത്താൽ മനസ്സിലായ? ഇവരുടെ ശമ്പളത്തിൽ നിന്നല്ലല്ലോ, അല്ല, സംഭാവന കൊടുക്കണ്ടേ? അതെ. എനിക്ക് നല്ല ബിസിനസ് ഉണ്ട്, ജനങ്ങൾക്ക് എൻ്റെ പ്രൊഡക്റ്റ് ഇഷ്ടമാണ്. ഒരുത്തം വന്നേച്ചും പറയാണ്, എടാ ഒരു 10 ലക്ഷം രൂപ സംഭാവന തന്നെ. അപ്പൊ പറയാണ്, പറ്റില്ലട്ടാ, എനിക്കിവിടെ കച്ചവടമുണ്ട്. ആ കാണിക്കാം. അടുത്ത ദിവസം തൊട്ടിട്ട് അവനെതിരെ പ്രശ്നവും. ഇവന് കാശ് കൊടുക്കാതെ ഈ കൈക്കൂലി കൊടുക്കാതെ നിവൃത്തിയില്ല. അപ്പൊ ഈ കാശ് കൊടുക്കേണ്ടി വരും. പേടിക്കാതെ ജീവിക്കാൻ പറ്റാത്തത്രയും നാൾ നമ്മളിപ്പോ ബ്രിട്ടീഷിനെ ഓടിച്ചു വിട്ടിട്ട് എന്ത് കാര്യം? എരുതിയിൽ നിന്നും വറുചട്ടിയിലേക്ക്. ഈ ചട്ടിക്ക് ചൂട് കൂടിയത് മറ്റേത് ചൂട് കുറഞ്ഞു നിന്ന ആ ഒരു വ്യത്യാസമുള്ളൂ. അപ്പൊ ഈ ഒരു പ്രശ്നം ഞാനിത് ഈ രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള പ്രധാന കാരണം, എന്നെ പല ആൾക്കാരും ചതിച്ചു. കൂടെ കൊണ്ടുവന്നവനും കൂടെ നിർത്തിയവനും നമ്മൾ പഠിപ്പിച്ച് വിട്ടവനും ഒക്കെ ആയിട്ട് പലരും എന്നെ ചതിച്ചു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചിട്ട് ഈ ചതിയുടെ സോഴ്സ് ഉണ്ടാവില്ല. ഞാൻ കുറച്ചും കൂടി ടെക്നിക്കലിയും അല്ലെങ്കിൽ കുറച്ചും കൂടി അഗാധ തലത്തിലൊക്കെ ചിന്തിക്കുന്ന പോലത്തെ ഒരു മനുഷ്യനാണ് ഞാൻ. എന്നിട്ട് ഈ ചതിയുടെ ഉറവിടം അന്വേഷിച്ചു പോയി. ഈ ചതി ഇവന് വരണമെങ്കിൽ ഇത് എവിടുന്നെങ്കിലും കിട്ടണ്ടേ ഇവന്? അങ്ങനെ പോയപ്പോ ഏറ്റവും കൂടുതൽ ചതി നടക്കുന്ന രാഷ്ട്രീയത്തിലാണ്. അപ്പൊ രാഷ്ട്രീയത്തിൽ കയറി ഈ സാധനം ഒതുക്കിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അപ്പൊ എല്ലാരും ചോദിച്ചു, നീ ഒറ്റക്ക് എന്നാ ഉണ്ടാക്കാനാന്ന് ചോദിച്ചു. കേരളത്തിന് ഇത്രയും പേരെ നിയന്ത്രിക്കാൻ ഒരു മന്ത്രിയല്ലേ ഉള്ളൂ, മുഖ്യമന്ത്രി ഒരെണ്ണമല്ലേ ഉള്ളൂ. ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രിയല്ലേ ഉള്ളൂ, അല്ല 50 ഇല്ലല്ലോ. പിന്നെ നമുക്കൊരാള് വിചാരിച്ചാൽ നടക്കാത്ത കാര്യം എന്താ? അതൊക്കെ അത്രേ ഉള്ളൂ. നമ്മളൊരാൾ വിചാരിക്കുമ്പോൾ ആ വിചാരിച്ച ഒരു സംഭവം പുറത്തേക്ക് വരുമ്പോ അതൊരു 10 പേരെങ്കിലും ഏറ്റെടുക്കും. അതെ. അപ്പൊ 10 ആ 10 പേരിൽ നിന്ന് അടുത്ത ഒരു 100 പേര് ഏറ്റെടുക്കും. അതെ. ഞാൻ അങ്ങനെ പറയുന്നത്. ഇപ്പൊ സാറ് ചെയ്തേക്കുന്ന ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അതെ അതെ. ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ വെറുതെ ഇരുന്നാൽ ഷുഗർ വന്ന് മരിക്കും. നമ്മൾ എന്തെങ്കിലും പുറത്തിറങ്ങി പറഞ്ഞാൽ ആൾക്കാർ തല്ലിക്കൊല്ലും. ഇനി അതല്ല, നമ്മൾ റോട്ടിൽ കൂടെ പോയാൽ വണ്ടി ഇടിച്ച് മരിക്കും. അപ്പൊ എങ്ങനെ നോക്കിയിട്ട് മരണം ഉറപ്പാണ്. അപ്പൊ പിന്നെ മരിക്കുന്നതിന് മുമ്പ് നമ്മളെ കൊണ്ട് പറ്റണമൊക്കെ ചെയ്തു തീർക്കുക. ഇപ്പൊ കമോൺട്ര ഏലിയൻ എന്ന് പറഞ്ഞ ഞാനൊരു സിനിമ ചെയ്തത്, അത് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, ഞാൻ നോക്കുമ്പോഴേ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹം കൊണ്ട് വരുന്ന നിരവധി ആൾക്കാരുണ്ട്. സിനിമയിൽ ആകെപ്പാടെ 50,000 60,000 പേരെ ഉള്ളു സിനിമാ മേഖലയിലെ തൊഴിലാളികൾ എന്ന് പറയുന്നത്. ആർട്ടിസ്റ്റ് അടക്കമാണ് ഞാൻ പറയും. ഇവർക്ക് ഒരവസരം കൊടുക്കണില്ലെന്ന്. സംവിധായകനോട് നമ്മൾ ചെന്ന് ചാൻസ് ചോദിക്കുമ്പോൾ സംവിധായകൻ പറയാ, നിങ്ങൾ ഇനി ഇതിനു മുമ്പ് ഏതാ ചെയ്തേക്കണേ? നിങ്ങൾക്ക് സാറിന്റെ അനുഭവത്തിൽ അങ്ങനെ കുറച്ച് സംവിധായകരുടെ അടുത്ത് പോയിട്ടില്ലേ? അയ്യോ, ഇഷ്ടം പോലെ. ഞാൻ അമൽനീരത്, സത്യനന്ദിക്കാട് എന്ന് വേണ്ട ഒരുവിധം എല്ലാ സംവിധായകരുടെയും ഞാൻ ആ പ്രാഥമിക ഘട്ടത്തിൽ ചാൻസ് ചോദിച്ചാണ്. അറിയാൻ പാടില്ല ഞാൻ കാലഘട്ടം. പിന്നീട് ഞാൻ അവരോട് ചാൻസ് ചോദിച്ചാൽ കിട്ടത്തില്ലെന്ന് മനസ്സിലായപ്പോൾ ഷൂട്ടിങ് കാണാൻ അനുവദിക്കൂന്ന് ചോദിച്ചു. അങ്ങനെ കസേര ഇട്ടിരുന്ന് നമുക്ക് പഠിച്ചാൽ മതിയല്ലോ, മനസ്സിലായി. നമ്മുടെ ആവശ്യം പഠിക്കുക എന്നുള്ളത്. അങ്ങനെ ഞാൻ ബാലയുടെ ഇടയ്ക്ക് വരെ പോയി ചോദിച്ച് ഞാൻ പല കാര്യങ്ങളും പഠിച്ചെടുത്തതിന് ശേഷമാണ് ബാല തമിഴ് ഡയറക്ടർ. അതിനുശേഷം ഞാൻ നിരവധി ആർട്ടിസ്റ്റുകളോട് പോയി കഥ പറഞ്ഞു. അതിനകത്ത് ഒരു കഥ ഒരുത്തിന് അടിച്ചുകൊണ്ട് ഒന്നല്ല, ഒന്നിൽ കൂടുതൽ കഥകൾ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇതിൻ്റെ അകത്തൊക്കെ എനിക്ക് മനസ്സിലായൊരു കാര്യം, നമ്മൾ രക്ഷപ്പെടാതെ ഒരുത്തനും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല. ഇപ്പൊ നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയ ഇപ്പൊ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന നിങ്ങൾക്ക് അറിയാവുന്ന അങ്ങനല്ലേ, ഞാൻ എന്റെ പെരക്കകത്ത് വെറുതെ ഇരുന്നായിരുന്നെങ്കിൽ ആരും അറിയത്തില്ല. അപ്പൊ ഇപ്പൊ എനിക്ക് മനസ്സിലായത് എന്നാ വെച്ചാൽ, എന്റെ ഈ ചിന്താബോധത്തിന്റെ അകത്ത് ഈ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഏതെങ്കിലും തലമുറയിൽ എന്റെ തലച്ചോറിനകത്ത് ഇങ്ങനെ ഈ പൊതുജനത്തിനെ അല്ലെങ്കിൽ ഈ ഏറ്റവും താഴെക്കടയിലുള്ള ആൾക്കാരെ എങ്ങനെയും ഉയർത്തിക്കൊണ്ടുവരണമെന്ന് പറയുന്ന ഒരു എസൻസ് തലച്ചോറിനകത്ത് കിടന്ന് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ഈ പറയുന്ന പോലെ തന്നെ ഇപ്പം ചാൻസ് ചോദിക്കുന്ന ആൾക്കാർക്ക് അവസരം കൊടുക്കണം. അല്ലെങ്കിൽ ഈ ഇപ്പം ഞാൻ അർത്തുങ്കലൊക്കെ ചെല്ലുന്ന സമയത്ത് ഒരു കാണ പണിത് കൊടുത്താൽ അവിടെയുള്ളവർക്ക് അവരുടെ മുട്ടൊപ്പം വെള്ളമാണ് മഴക്കാലത്ത്. ഒരു കാണ പണിയാണ്. ഇവിടെ ഒരു 15-20 കുളം പണിത് വെച്ചിട്ടുണ്ട് അവിടെ.
അതിനകത്ത് ഒരു കുളത്തിന്റെ കാഴ്ച എടുത്തിട്ട് ഒരു കണം എടുത്ത് കൊടുത്തായിരുന്നെങ്കിൽ അർത്തിങ്കേലെ അവർക്ക് സുഖമായിട്ട് കയറി കിടക്കായിരുന്നു. 1957 മുതൽ 2026 വരെ 69 കൊല്ലം പല 15ഓളം MLA വന്നു പോയിട്ട് ഒരു കാണ പണിയാനുള്ള കാശ് ഇല്ലായിരുന്നു എന്ന് ചോദിച്ചാൽ എന്നാ പറയാൻ. അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഈ പറയുന്ന സാധാരണക്കാരനായിരുന്നു. നമ്മൾ നമ്മുടേതായിട്ടുള്ള ആശയങ്ങളും പ്രവൃത്തികളും കൊണ്ട് നമ്മൾ ഇടിച്ചിടിച്ച് കയറി വന്നത് കൊണ്ടാണ് ഇവിടം വരെ എത്തിയത്. എല്ലാവർക്കും ഇങ്ങനെ വരാൻ പറ്റണമെന്നില്ല, അറിവില്ല, ധൈര്യമില്ല. എനിക്ക് പിന്നെ മരിക്കാൻ പേടിയില്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ പറ്റും. എല്ലാവർക്കും ഇത് പറ്റൂലല്ലോ. അപ്പൊ ഈ തഴയപ്പെടുന്ന സമൂഹത്തിനെ ഒന്ന് ഉയർത്താൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ചിന്തയിലാണ് രാഷ്ട്രീയത്തിലേക്ക് കടന്നത്. ഇതേ ആശയം തന്നെയാണ് ഞാൻ കമോൺട്ര ഏലിയൻ എന്ന് പറയുന്ന സിനിമയിൽ ചെയ്തത്. അതായത് സാറിന്റെ ഫസ്റ്റ് മൂവിയാണോ കമാൻഡർ ഏലിയൻ? തിയേറ്ററിക്കലി റിലീസ് ചെയ്ത ആദ്യത്തെ പടം. അതിനു മുന്നേ അജു വർഗീസ്, അപ്പാനിശരത്ത്, സലിംകുമാർ എന്ന് വേണ്ട ഒരു 10-20ഓളം ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ എടുത്തിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സ് അത് NG ശ്രീകുമാറാണ് പാട്ടൊക്കെ പാടിയേക്കുന്നത്. ഋതു മന്ത്രയില്ലേ ബിഗ് ബോസ് താരം, ആദ്യമായിട്ട് പാടിയേക്കുന്നത് ആ സിനിമയിലാണ്. അങ്ങനെയാണ്. അപ്പം ആ സിനിമ തിയേറ്ററിൽ ഇറങ്ങിയില്ല. അതിന്റെ ഇടയിൽ ഒരു പൊളിറ്റിക് ഗെയിം വന്നു. ആ ഗെയിം പുറത്തു പറയാൻ പറ്റൂല, പക്ഷെ ആ ഗെയിമിന്റെ പുറത്ത് നഷ്ടം വന്നത് എനിക്കാ. സിനിമ ഇറങ്ങിയ മെയിൻ സ്ട്രീം സംവിധായകനായി മാറിയില്ലേ. സത്യം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ മക്ബൂൽ സൽമാനെ വെച്ചിട്ടൊരു പടം പാലക്കാട് ഷൂട്ട് ചെയ്തു. പ്രൊഡക്ഷൻ കൺട്രോളർ നല്ല തേപ്പ് തന്നു. ഞാനും അതിൻ്റെ വൺ ഓഫ് ദ പ്രൊഡ്യൂസറാണ്. അവിടം തൊട്ടിട്ടാണ് ഞാൻ ഇനി ജന്മത്തൊരുത്തൻ എന്നെ ചതിക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ള റൂട്ട് പിടിച്ചു പോയത്. അപ്പം ഞാനൊരു അന്വേഷണം നടത്തിയപ്പോൾ എൻ്റെ പൊന്നു ബ്രോ, എത്ര പേരാന്നറിയോ സിനിമയിൽ ചതിയിൽപ്പെട്ട് വീണുപോയത്. കരകയറാൻ പറ്റാതെ, കഴിവുണ്ടായിട്ട്, പണമുണ്ടായിട്ട് പറ്റിക്കലായിരുന്നു. അത് അവസാനിപ്പിക്കണം. കഴിവുള്ളവന്റെ കഴിവ് പുറത്തു വന്നാലേ ജനങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്നെ അറിയാവോന്നറിയില്ല, ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയായിരുന്നു മമ്മൂട്ടിയുടെ. അതിന്റെ തലേ ദിവസം ഞങ്ങളുടെ ബി ഉണ്ണികൃഷ്ണൻ, അപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത് പ്രൊഡ്യൂസ് ചെയ്ത പടമാണ് ആറാട്ട്. ഈ ആറാട്ട് സിനിമ ചെയ്യുന്ന സമയത്ത് അതിന്റെ നിർമ്മാതാവായിട്ടുള്ള ആള് കഥ പോലും കേട്ടിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ കഥയൊക്കെ അത് ലാലേട്ടന്റെ ഡേറ്റ് അല്ലേ, നമ്മളത് ചെയ്യും. അപ്പൊ ഞാൻ ചോദിച്ചു, ലാലേട്ടന്റെ ഡേറ്റ് ആയതുകൊണ്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും പുഴുങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ കാണുമോ? വാമനൂരും ബസ് റൂട്ട് എന്നൊക്കെ പറഞ്ഞ ഒരു കൂറപ്പടമുണ്ട്, അതൊക്കെ എങ്ങനെ കണ്ടോണ്ടിരിക്കാൻ പറ്റും? നിങ്ങൾ ഒരു മെയിനൊരു ഡിസ്കഷൻ എങ്കിലും ചെയ്യണ്ടേ? എത്രയോ നല്ല പിള്ളേർ നല്ല കഥയായിട്ട് നടക്കണം, നിങ്ങൾ എന്തുകൊണ്ടാണ് അവരുടെ കഥ കേൾക്കാത്തത്? അപ്പൊ ഈ കൊമ്പന്മാര് 2 ഫോൺ കോളിൽ ലാലേട്ടന്റെ ഡേറ്റ് കിട്ടും, മനസ്സിലായോ? കൊമ്പന്മാര് വിളിക്കുമ്പോൾ ലാലേട്ടാ ഒരു 15 ദിവസം, ഒരു 50 ദിവസം, എത്രയാടാ മോനെ, എത്ര 10 കോടി 20 കോടി. നമ്മൾ എന്ത് വിശ്വസിച്ചാണ് സിനിമ കാണാൻ പോവുക? തിയേറ്ററിൽ പോണത് ലാലേട്ടന്റെ മോന്ന് കാണാനല്ല, ലാലേട്ടൻ അഭിനയിക്കുന്ന കഥാപാത്രങ്ങളും അതൊക്കെയാണല്ലോ നമ്മുടെ മനസ്സില്. ലാലേട്ടൻ അടക്കം അതിന് സമ്മതിക്കണം. അപ്പൊ ഞാൻ നോക്കിയിട്ട് ഇതിനെതിരെ ആരും സംസാരിക്കുന്നില്ലല്ലോ. അപ്പൊ ആറാട്ട് വന്ന് 8 നില പൊട്ടിയ ആൾക്കാരെ ട്രോളി നശിപ്പിച്ച്, എന്താ ട്രോള്, ഉഗ്രം ട്രോൾ. അതെനിക്ക് ഭയങ്കര സങ്കടമായി. ഇയാളുടെ കാശും പോയി. അപ്പൊ ഇയാളോട് ഞാൻ പറഞ്ഞ, ഈ പടം ഇറങ്ങുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞ, അതിനകത്ത് നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, അതിനകത്ത് ശരിക്കും പറഞ്ഞ പ്രഭുദേവ വരെ ഉണ്ടായിരുന്നു. പ്രഭുദേവയുടെ ഒക്കെ പിന്നെ മാറിപ്പോയതാ. പ്രഭുദേവ വരെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ മാറിപ്പോയത് റഹ്മാനൊക്കെ കൊണ്ടുവന്നിട്ടില്ലേ. അതെ, ഈ സിനിമ ചെയ്തത് ഉണ്ണികൃഷ്ണൻ സാറാണ്. എനിക്ക് ആ സിസ്റ്റം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഏത് ഫോൺ വിളിച്ചിട്ട് 2 ഡേറ്റ് എടുത്തൊരു പടം ചെയ്യുമ്പോൾ എങ്ങനെയാ അതിൻ്റെ അകത്തൊരു കഥ സെറ്റാകണ്ടേ? അതായത് അതിൻ്റെ അകത്തൊരു ബിസിനസ് ഉണ്ട്. പ്രാഥമിക ഘട്ടത്തിൽ ഫാൻസുകാർ വന്ന് ടിക്കറ്റ് എടുത്ത് കണ്ടാലും കാശ് കിട്ടും. അത് തന്നെ. അപ്പൊ ആദ്യത്തെ ഒരു 4 ദിവസത്തെ തിയേറ്റർ വരുമാനം മാത്രം മതി സിനിമ വിജയിക്കാൻ. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണോ നമ്മളെ പോലത്തെ കഥയുമായിട്ട് തെണ്ടി തിരിഞ്ഞടക്കണവർക്ക് ചാൻസ് കിട്ടുക? ഒരു ആർട്ടിസ്റ്റിനെ കാണാൻ പറ്റുമോ? ഇല്ല. ഒരു തിയേറ്റർ, ഒരു കാരവന്റെ മുന്നിൽ ചെന്ന മാനേജർമാർ കയറ്റുമോ? ഒരിക്കലും. സുരാജ് വെഞ്ഞാറമ്മൂട് എന്റെ കഥ കേട്ട് എന്നെ കെട്ടിപ്പിടിച്ചിരുന്ന് കരഞ്ഞ് നമുക്ക് ഉടനെ ചെയ്യാണെന്ന് പറഞ്ഞ സാധനം പുള്ളിയുടെ മാനേജറായിട്ടുള്ള ഉണ്ണിയുടെ ഈഗോ കാരണം നടന്നില്ല. മനസ്സിലായോ? പുള്ളിയുടെ ഫ്ലാറ്റിൽ പോയി ഞാൻ കഥ പറഞ്ഞാണ്. ശ്രീനാഥ് ബാസി എന്ന് പറയുന്നതിന്റെ ഇടയ്ക്ക് കഥ പറയാൻ വേണ്ടിയിട്ട് 10 തവണ പപ്പായ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ വന്നില്ല. ലാസ്റ്റ് ഇവനോട് വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, എന്റെ പൊന്നു ബ്രോ എന്താണ് ഈ പരിപാടി എന്ന് ചോദിച്ചപ്പോൾ അവൻ വിളിച്ച തെറി മൊത്തം ഞാൻ കേൾക്കേണ്ടി വന്നു. ആ പ്രൊജക്ട് നടന്നില്ല. അത് ആസിഫ് അലിയുടെ പടമാണ്. അപ്പൊ ഇങ്ങനത്തെ ദുരനുഭവങ്ങളൊക്കെ എനിക്കുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിനേക്കാളും ദുരനുഭവമുള്ള വേറെ ആൾക്കാരുണ്ടാവും. അപ്പൊ ഇതൊന്ന് ചോദ്യം ചെയ്യണ്ടേ? ഈ സിസ്റ്റം ഇവിടെ പറ്റൂല എന്ന് പറയണ്ടേ എന്ന് കരുതിയിട്ട് ഞാൻ തലേ ദിവസം ക്രിസ്റ്റഫർ ഇറങ്ങണേന്റെ തലേ ദിവസം ഞാൻ പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാനത് പറയും. ഈ പടം കൊള്ളത്തില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയുന്നു. തലേ ദിവസം വീഡിയോ ഇട്ടു. പിറ്റേ ദിവസം ഞാൻ ക്രിസ്റ്റഫർ കാണാൻ വേണ്ടി ചെന്നു. സെയിം സാധനം, അതായത് ഉൾട്ടയാണ് സാധനം. പടം എനിക്ക് വർക്കായില്ല. ഞാൻ പുറത്തു വന്ന് അന്തസ്സായിട്ട് അത് പറഞ്ഞു.
അപ്പൊ അന്ന് അവിടെ ആറാട്ടണ്ണൻ എന്ന് പറഞ്ഞ ഒരുത്തരുണ്ട്. അവൻ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞപ്പോൾ ആൾക്കാർ അവനെ തല്ലാൻ വേണ്ടി പിടിച്ചപ്പോൾ ഞാൻ അതിനെ ഒന്ന് പിടിച്ചു മാറ്റാൻ ശ്രമിച്ചപ്പോൾ ഞാൻ പടം കൊള്ളില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റയർ ക്യാമറ ടീം മൊത്തം എന്റെ നേരെ വന്നേക്കാണ്. ആ സെക്കൻഡിൽ ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഇവരെല്ലാരും കൂടി എന്നെ വളഞ്ഞു. അപ്പൊ ഞാൻ ചിന്തിച്ചു ഇനിയിപ്പം ഞാൻ പറയുന്ന റിവ്യൂ എടുക്കാനാണ്. ഞാൻ പറഞ്ഞു പടം എനിക്ക് വർക്കായില്ല, ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവന്മാര് കൂവി. അപ്പൊ ഞാൻ ചിന്തിച്ചു ഇവന്മാരെന്തിനാണ് കൂവണം, ഇവന്മാര് മീഡിയ പേഴ്സൺസ് അല്ലേ, അതെ, ഇവരെന്തിനു കൂവണം? അപ്പത്തേക്കിനുണ്ട് ഇവന്മാര് എന്നെ കളിയാക്കുന്നു, എന്നെ തെറി പറയുന്നു, എന്നെ അധിക്ഷേപിക്കുന്നു ഒക്കെ ചെയ്യണം. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിപ്പോ ഇവന്മാരുടെ ആവശ്യം എന്തുവാ, ഈ പടത്തിനെ പ്രൊമോട്ട് ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു ഈ പടം കൊള്ളത്തില്ല, ഈ പടം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ഇഷ്ടപ്പെടാത്ത സാധനം ഞാൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ പറയുള്ളൂ. അതിപ്പോ എത്ര വലിയവന്റെ ആണെങ്കിലും ഞാൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ പറയുള്ളൂ. അതിന് ഇപ്പൊ എന്ത് വന്നാലും ഞാൻ ഇവിടുന്ന് അത് തന്നെ പറയത്തുള്ളൂ, നിനക്കൊക്കെ വേണമെങ്കിൽ നീ എന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ സ്റ്റേണായിട്ട് നിന്നു. ഇവന്മാരിൽ ഒരുത്തം വന്ന് എന്നെ ചവിട്ടി, ചാനലുകാരത്ത് ഒരുത്തം വന്ന് ചവിട്ടി. അല്ലെ ചാനലുകാര് ഈ പറഞ്ഞ പോലെ അവർക്ക് കാശ് മേടിക്കണല്ലേ പ്രൊമോഷന്, ഇതൊക്കെ നമ്മൾ വിചാരിക്കും ഒറിജിനലാണെന്ന്, പലരും സാമ്പത്തികം വാങ്ങുന്നുണ്ടാവും. PR വർക്ക് എന്നാ PR വർക്ക് എന്ന് പറഞ്ഞത് വേണോന്നേ എന്ന് കരുതിയിട്ട് അവന്മാരെ ആക്രമിക്കണം. എന്നിട്ട് അവര് വന്നിട്ട് ആക്രമിച്ചു. സാധനം ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ മൊത്തം വൈറൽ. വീട്ടിൽ വന്നപ്പോഴത്തേക്കിനും എന്റെ ആ കൊച്ചു ചോദിക്കുക അച്ഛന് വല്ലതും പറ്റിയോ, ഭയങ്കര. അതിന് ചുമര് തമ്പ് കൊടുത്തേക്കണത് തിയേറ്ററിലിട്ട് ഇവനെ ചവിട്ടിക്കൂട്ടി, ആറാട്ടെണ്ണനെ ചവിട്ടാൻ വന്നവനെ ഇടിച്ചു നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാണ് വന്നെ. മനസ്സിലായി. ഞാനപ്പോ കൊച്ചിനോട് പറഞ്ഞു ഒരു ദിവസമേ തെറിവിളികൾ വരുള്ളൂ, അടുത്ത ദിവസം തൊട്ട് ആൾക്കാർക്ക് റിയാലിറ്റി മനസ്സിലാവും. ഏത് പടം കാണുമല്ലോ. കാര്യം സത്യം എന്നും സത്യമാണ്, മറച്ചു വെക്കാം, ഒളിച്ചു വെക്കാം, പക്ഷെ പകൽ വെളിച്ചത്തിൽ അത് എഴുന്നേറ്റ് വരും. പിറ്റേ ദിവസം ആൾക്കാർ കണ്ടു, കണ്ടവര് പറഞ്ഞു ഞാൻ പറഞ്ഞതാണ് ശരി. അപ്പത്തേക്കിനും കമന്റ് മൊത്തം മറിഞ്ഞു. ചങ്കൂറ്റമുള്ളവൻ, അത്രയും പേര് കൂവിയിട്ടോ നിലനിന്നില്ലേ, അവനാടാ ആണ്, അവൻ നിങ്ങളുടെയൊക്കെ മുന്നിൽ നിലനിന്നില്ലടാ എന്നൊക്കെ പറഞ്ഞു. 4ാം ദിവസം പടം താഴെ പോയി അവസാനിച്ചു. അതേവരെ മമ്മൂക്ക പറഞ്ഞുകൊണ്ടിരുന്നത് ഡേറ്റ് കൊടുക്കുക എന്നുള്ള സിസ്റ്റം ആയിരുന്നു. അത് കഴിഞ്ഞ് മമ്മൂക്കയുടെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടു, മമ്മൂക്ക പറയാണ് ഡേറ്റ് ചോദിച്ച് വിളിച്ചിരുന്നവർ ഇപ്പോൾ കഥയുണ്ട് സാറേ കേൾക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാ വിളിക്കുന്നത്. ആ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റിയില്ലേ? അതിന് ഒരു കാരണക്കാരനാകാൻ പറ്റിയില്ലേ? അത് കഴിഞ്ഞ് അശ്വന്ത് കോക്കിന്റെ റിവ്യൂ, മറ്റവന്റെ റിവ്യൂ എന്നൊക്കെ പറഞ്ഞ് മലയാള സിനിമ പേടിക്കുന്ന പരുവത്തിലേക്ക് എത്തിയില്ലേ? അശ്വന്തിന്റെ റിവ്യൂ കണ്ടിട്ട് ആൾക്കാർ പടം കാണാൻ പോയില്ല എന്നുണ്ടെങ്കിൽ അത് സിനിമാക്കാരുടെ പ്രയോജനമാണോ അവന്റെ ഗുണമാണോ? തീർച്ചയായിട്ടും. അവൻ ജെനുവിനായിട്ട് അത് പറയുന്നോണ്ടല്ലേ. അത് കഴിഞ്ഞപ്പോ നല്ല പടങ്ങൾ വരാൻ തുടങ്ങിയില്ലേ, ജനങ്ങൾക്ക് ഗുണമുള്ള സിനിമ വരാൻ തുടങ്ങിയില്ലേ, മമ്മൂട്ടി സ്വന്തമായിട്ട് മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞൊരു സിസ്റ്റം കൊണ്ടുവന്നില്ലേ, മാറ്റം വന്നോ? അതേപോലെ തന്നെ ഒരു മാറ്റം ഇനി കേരളത്തിന്റെ രാഷ്ട്രീയത്തിലും വരണം. ബോറടിച്ചാ ഇല്ല എന്താണ് അല്ല കാരണം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എനിക്ക് ചോദ്യങ്ങൾ ചോദിക്കാനില്ല, അതാണ് അതിന്റെ സത്യാവസ്ഥ. മറ്റേത് വെച്ചിട്ട് ഇനിയിപ്പോ ചേച്ചിയൊക്കെ ഇരുന്നപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളിങ്ങനെ കാര്യങ്ങളാണ് പറയുന്നത്, അത് കേട്ടിരിക്കാൻ തന്നെ രസം. രാഷ്ട്രീയത്തിൽ വന്ന് രാഷ്ട്രീയത്തിൽ ഇപ്പോ ചേർത്തല നിയോജക മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി ക്യാമറ ചിഹ്നത്തിൽ മത്സരിക്കുന്നു. എന്താണ് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാം ഒരു, അതായത് ചേർത്തലയിൽ എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ് ചേർത്തല എന്ന് പറയുന്ന രീതിയിലാണ്. പക്ഷെ അത് ആൾക്കാർക്ക് കൃത്യമായിട്ട് അതിന്റെ അർത്ഥം അറിയില്ല. 1957 ആദ്യത്തെ കേരളം ഒരു ജനാധിപത്യ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഭരണം ഏറ്റെടുത്ത്, EMS സാറൊക്കെ കൂടി ഭരണം ഏറ്റെടുത്ത് ചേർത്തലയിലെ ഗൗരിയമ്മയായിരുന്നു ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ഈ പറഞ്ഞ EMS സാറും കൃഷ്ണപിള്ള സാറും ഒക്കെ കോൺഗ്രസ്സുകാരായിരുന്നു. അതായത് ഗാന്ധിജിയുടെ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ എല്ലാവരും കോൺഗ്രസിനെ വിശ്വസിച്ച് അതായിരുന്നു ഒരു പാർട്ടി. ഈ കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കിയത് ഗാന്ധിജി അല്ല. അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കി ഇയോ ഹ്യൂം എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്. നിങ്ങൾ ഇതൊക്കെ അത്യാവശ്യം അരച്ച് കലക്കി പഠിച്ചെന്നോ? ഞാൻ പഠിക്കാതെ ഒന്നും ചെയ്യില്ല, പഠിക്കാതെ പോകുന്ന ആളല്ല, പഠിച്ചിട്ടേ ഒരു കാര്യം ചെയ്യുള്ളൂ. ഇയോ ഹ്യൂം ബ്രിട്ടീഷുകാർ ഭയങ്കരമായിട്ട് ആൾക്കാരെ ആക്രമിക്കുന്നു, ഉപദ്രവിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഉദ്യോഗസ്ഥരായിട്ടുള്ള, അതായത് പഠിച്ച് വിദ്യാഭ്യാസമുള്ള ആൾക്കാരെല്ലാരും കൂടി, ഇന്ത്യക്കാരായിട്ടുള്ള വിദ്യാഭ്യാസമുള്ള ആൾക്കാരെല്ലാരും കൂടി വരൂ, നമുക്ക് ചർച്ച ചെയ്യാം, നമുക്ക് ബ്രിട്ടീഷുകാരുടെ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം എന്ന് പറഞ്ഞ് അയാൾ തുടങ്ങിയതാണ് കോൺഗ്രസ് എന്ന് പറയുന്ന സാധനം. അതിൻ്റെ അകത്ത് ആദ്യം വിദ്യാഭ്യാസമുള്ള ആൾക്കാരായിരുന്നു ചർച്ചകൾക്ക് വേണ്ടി. പതിയെ പതിയെ ഗാന്ധിജി വന്നതിന് ശേഷം അതിനകത്തൊരു തൊഴിലാളികളിൽ, കർഷകരെ എല്ലാരെയും കയറ്റി ഇതൊരു ഇന്റർനാഷണൽ കോൺഗ്രസ് ആയിട്ട് മാറി. അതിന്റെ ആള് ഇതായി. ആ സ്ഥലത്ത് EMS സാറും ഒക്കെ അതിനകത്ത് ഉണ്ട്.
ഓ. ഓക്കെ. പിൽക്കാലത്ത് അതിന്റെ ആശയത്തിൽ ചെറിയ വ്യത്യാസം വന്നപ്പോൾ സോഷ്യലിസ്റ്റ് ആശയമാണ് ഞങ്ങൾക്ക് ഇഷ്ടമെന്ന് പറഞ്ഞ് EMS സാറ് ഇത് മാറി. അങ്ങനെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് എന്ന് പറയുന്നൊരു സമ്പ്രദായം വന്നു. അതും പോരാ, അതിൻ്റെ അകത്ത് ഒരു പവർ ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഫ്രഞ്ചിലൊക്കെ രാജാവിനെതിരെ സംസാരിക്കുന്നവർ, അതാണ് ഇടതുപക്ഷം. വലതുപക്ഷം എന്ന് പറയുന്നത് രാജാവിനെ സപ്പോർട്ട് ചെയ്യുന്നവർ. അപ്പൊ അന്ന് CP രാമസ്വാമി അയ്യർ എന്ന് പറയുന്ന ഒരാള്, നമ്മുടെ തിരുവിതാംകൂർ മഹാരാജ ഉണ്ടല്ലോ തിരുവനന്തപുരത്തെ, പുള്ളിക്കാരന്റെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഇയാളുടെ ക്രൂരത സഹിക്കാൻ വയ്യായപ്പം ഇയാൾക്കെതിരെ സമരം നടത്തി. ആ സമരമാണ് നമ്മൾ കണ്ട പുന്നപ്ര വയലാർ സമരങ്ങളിൽ പെട്ട ഈ CP രാമസ്വാമി എന്ന് പറയുന്ന ആൾക്കെതിരെ സമരം നടത്തി. അപ്പൊ രാജാവിനെതിരെ, രാജഭരണത്തിനെതിരെ ഇടത്തുവശത്ത് നിന്നവരാണ് നമ്മൾ പറയുന്ന ഇടതുപക്ഷം. രാജാവിന്റെ ഒപ്പം രാജാവ് വന്ന് കോൺഗ്രസിൽ ചേർന്നു സമ്പ്രദായത്തിൽ. അപ്പൊ രാമസ്വാമിക്കെതിരെ ഇവർ സംസാരിച്ചല്ലോ. അന്ന് ധൈര്യമില്ലാതെ കിടന്ന തൊഴിലാളി വർഗത്തിൽപ്പെട്ട ആൾക്കാർ, അതായത് കൂലിപ്പണി ചെയ്യുന്നവർ, അതുപോലെ തന്നെ ഈ പറയുന്ന കർഷകർ, അതുപോലെ തന്നെ കയർ തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, ഇവർക്കൊക്കെ പേടിയാണ് മറ്റേ വലിയ കൊമ്പന്മാരോട് ജീവനോടുള്ള ഭയം. അവർക്ക് ശക്തി ആർജിച്ചു കൊടുത്ത നേതാക്കന്മാരിൽപ്പെട്ട ആൾക്കാരാണ് ഈ ഗൗരിയമ്മ, ഈ പറഞ്ഞവരെല്ലാം. ആ ഒരു ചരിത്രം അവിടെ കിടക്കാണ്. അങ്ങനെ ഈ ചരിത്രത്തിന്റെ അകത്ത് രാജാവിനെതിരെ സംസാരിച്ച് ജനാധിപത്യം ഇവിടെ കടന്നു വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അകത്ത് ചേർത്തല പോലത്തെ സ്ഥലവും നമ്മുടെ എൻ്റയർ കേരളവും കമ്മ്യൂണിസ്റ്റുകാര് ജനാധിപത്യ അടിസ്ഥാനത്തിൽ നമ്മൾ മത്സരിച്ച് വിജയിച്ച് മന്ത്രിയായി. EMS സാർക്ക് മന്ത്രിയായി. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രണ്ടായിട്ട് പിളർത്തി, CPI, CPIM. എന്തുകൊണ്ടാണ് CPIയുടെ കൂട്ടത്തിൽ ഒരു M വന്നത്? മാർക്സിസ്റ്റ്. അപ്പൊ അതിനർത്ഥം മറ്റേത് മാർക്സിസ്റ്റ് അല്ലെന്നല്ലേ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് ഇവര് റൈറ്റ് സൈഡിൽ വെച്ചു. മറ്റേതിൻ്റെ അകത്ത് M ഇല്ല. അതിന്റെ അർത്ഥം പൂർണ്ണമായ കമ്മ്യൂണിസ്റ്റ് ആശയമല്ല CPI എന്ന് പറയുന്ന പ്രസ്ഥാനം നയിക്കുന്നതെന്നല്ലേ. അതുകൊണ്ടാണല്ലോ ഇപ്പുറത്തെ ഒരു M വെച്ചത്. അതിലേക്ക് അച്യുതാനന്ദനും പിണറായി വിജയൻ സാറും എല്ലാവരും മാറി. അപ്പൊ മാർക്സിസ്റ്റ് ആശയമുള്ള ആൾക്കാരാണ് CPIM. മറ്റവര് കോൺഗ്രസിനോട് ചായവുള്ളവരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ ചായവുള്ള CPIയിൽ പ്രവർത്തിക്കാൻ കഴിയില്ലാത്തത് കൊണ്ടല്ലേ അച്യുതാനന്ദനും പിണറായി വിജയനും ഒക്കെ കൂടി M-ലേക്ക് മാറിയത്. ഈ CPIM എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു നേതാവ് ഇപ്പോൾ അവിടെ ഇല്ല. മനസ്സിലായോ? തണ്ടാർ എന്ന് പറയുന്ന ഒരേ ഒരു MLA മാത്രമാണ് ചേർത്തലയിൽ ഒരു തവണ വിജയിച്ചിട്ടുള്ളൂ. AK ആന്റണി പോലും CPIയുടെ കെയർ ഓഫിൽ നിന്നാണ് ആദ്യത്തെ വിജയം കൊള്ളുന്നത്. മനസ്സിലായോ? ശരി. അതെ. അപ്പം ജനങ്ങൾക്ക് ഇതറിയത്തില്ല. എന്നതാ CPI, എന്നതാ CPM. അവര് നോക്കുമ്പോ ചുമല. സത്യം. മനസ്സിലായ? അരിവാളും ചുമലയും കണ്ട അവരുടനെ അതിലോട്ട് ഒറ്റ കുത്താണ്. അവരിപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത് ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പൊ ഈ ഒരു പ്രതിസന്ധി എങ്ങനെ മറികടക്കും? അപ്പൊ ഞാൻ പറയട്ടെ, CPIM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ അവരുടെ വിശ്വാസത്തിനെതിരായിട്ട് പോയി കുത്തേണ്ടി വരുമല്ലേ? സത്യം. അവരെ മണ്ടന്മാരാക്കുമല്ലേ ചെയ്യും. ഭരണത്തിലേക്ക് എത്തുമ്പോൾ പോലും CPIM-ന് എല്ലാ MLA-മാരും CPIM-ന്റെ അല്ലാത്തത് കൊണ്ട്, കമ്മ്യൂണിസ്റ്റ് എന്നുള്ളത് കൊണ്ട് CPI-നെ കൂടെ ഒരുമിപ്പിച്ചിട്ടാണ് ഭരണം കിട്ടുന്നത്. അതെങ്ങനെ കമ്മ്യൂണിസം ആവും? കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയമാണല്ലോ EMS സാറും ഈ പറയുന്ന കൃഷ്ണപിള്ളയും എല്ലാവരും കൊണ്ടുവന്നത്. ഇതെങ്ങനെ കമ്മ്യൂണിസം ആവും? അപ്പൊ സ്വാഭാവികമായിട്ടും ഞാനെന്ന് പറയുന്ന എൻ്റെ ഒരു ചിന്തയിൽ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഇക്വാലിറ്റിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു പരിപാടിയാണ്. അതായത് സ്വത്തുക്കളല്ല സർക്കാരിന്റെ, നമുക്ക് പൈസ തന്നാൽ മതി. ഏത് നമ്മുടെ തൊഴിൽ, വീട്, സ്ഥാപനങ്ങൾ, അതല്ല. മുതലാളി എന്ന് പറയുന്ന ഒരു സിസ്റ്റം വരുമ്പോൾ മുതലാളിക്ക് കീഴെ അടിമത്തം വരും. ഈ അടിമത്തം നമുക്ക് ആവശ്യമില്ല. നമ്മളെല്ലാം മനുഷ്യരാണ്. മനുഷ്യരെല്ലാവരും കൂടി ഒരു നിയന്ത്രണം കൊണ്ടുവന്നതാണ് ഗവൺമെന്റ് അഥവാ സർക്കാർ എന്ന് പറയുന്ന സിസ്റ്റം. അപ്പൊ ഈ സർക്കാർ എന്ന് പറയുന്നത് ഒരു മെഷീൻ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ മെഷീൻ നന്നായിട്ട് വർക്ക് ചെയ്താലല്ലേ നമുക്ക് ഗുണം ഉണ്ടാവും. അതെ 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 അതെ. ഈ മെഷീൻ ക്രാക്ക് ആയാൽ, പ്രശ്നം വന്നാൽ സ്വാഭാവികമായിട്ടും പ്രതിസന്ധി ഉണ്ടാവും. ഇതൊക്കെ ഞാൻ പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഞാൻ സ്വതന്ത്രനായിട്ട് അവിടെ മത്സരിക്കാൻ നിൽക്കുന്നു. എന്താണ് ഞാനത് ചോദിച്ചത്, വീട്ടുകാരുടെയും സപ്പോർട്ട് പ്രാഥമിക ഘട്ടത്തിൽ ആരും വിശ്വസിച്ചില്ല. കാര്യം എനിക്ക് തീരുമാനം ഒറ്റക്കെടുത്ത തീരുമാനമായിരുന്നു. അതൊരു ഞാൻ തണ്ണീർമുഖത്ത് പോയിട്ട് ഒരു കരിക്ക് കുടിച്ചപ്പോഴേ 70 രൂപ മേടിച്ചിട്ടുണ്ടായിരുന്നു.
70 രൂപ. അപ്പൊ ഞാൻ ചോദിച്ചു ഇതിന്റെ അടവ് 70 രൂപ, ഈ തെങ്ങ കിടക്കണ കരിക്കിന് 70 രൂപ. ചേട്ടാ അതിപ്പോ അങ്ങനെ വില. അപ്പൊ ഞാൻ ചിന്തിച്ച് ഇത്രയും വില എന്നാത്തിന്. ഇപ്പൊ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം മേടിക്കുമ്പോഴാണേലും അവസാനം ബില്ല് എത്ര വരുന്നു അടയ്ക്കുന്നു പോരുന്നു. നമ്മൾ ഇതിനെക്കുറിച്ച് തിരക്കാറുണ്ടായില്ല. വീട്ടിൽ വന്ന് ചോദിച്ചപ്പോഴാണ് വൈഫ് പറയുന്നത് എണ്ണയ്ക്ക് 500 രൂപ 1/2 ലിറ്റർ എണ്ണയ്ക്ക്. അപ്പൊ ഈ വില കൂടിയത് എന്താണെന്ന് അറിയണ്ടേ? ഈ കടലിൽ കിടക്കണ മീന് മത്തിക്ക് 300 രൂപ മാർക്കറ്റില്. മത്തിക്കത് അറിയത്തില്ല. അതെ, മത്തിക്കറിയാം അത്രയും വിലയുള്ളൂ. ഇല്ല. അപ്പൊ ഇത് വില കൂടിയത് എന്താണെന്ന് ചോദിക്കുന്ന ആരുമില്ല. അപ്പൊ ഞാൻ അന്വേഷിച്ചു പോയപ്പോഴാണ് നമ്മുടെ ഉൽപാദനത്തിലെ പ്രശ്നവും നമ്മുടെ ഇവിടുത്തെ കടബാധ്യതയുടെ പ്രശ്നവും മനസ്സിലായ. ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ വരുമാനം വരുന്നത് ഡെയിലി അടിക്കുന്ന ഡീസലും പെട്രോളിൽ നിന്നൊക്കെ. അപ്പൊ ഉൽപാദനമില്ല, നമ്മളെ വിറ്റ് നമ്മളെ പണയം വെച്ച് ഇത്രയും കോടിക്കണക്കിന് രൂപ വാങ്ങുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് വില കൂടുമ്പോൾ സാധാരണക്കാരൻ ഞെരുങ്ങുമല്ലേ. 1000 രൂപ വരുമാനമുള്ള ഒരുത്തൻ വൈകുന്നേരം ഒരു ചെറുതും അടിച്ച് ഇച്ചിരി സാധനം മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് നീക്കിയിരിപ്പുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പൊ ഈ 1 ലക്ഷം രൂപ വരുമാനമുള്ളവന് മാത്രമേ എന്തെങ്കിലുമൊക്കെ ഇവിടെ ചെയ്യാൻ ലുലുമാളിൽ പോലും വരാനായിട്ട് പറ്റത്തുള്ളൂ. അതെ, ബാക്കിയുള്ളവനൊക്കെ ഇന്നും കുന്നും ദാരിദ്ര്യത്തിൽ പോയാൽ മതിയോ? ഇതൊക്കെ നമ്മളൊരു സംവിധായകനായിട്ട് പറഞ്ഞാൽ ഒരു പാട്ടിക്കുഞ്ഞ് പോലും അംഗീകരിക്കത്തില്ല. സിനിമയെന്ന് പറഞ്ഞ് തള്ളിക്കളെ. അതെ, നന്നാവാനാണ് PK ഒക്കെ വന്നപ്പോ നന്നാവണ്ടേ? പിന്നെ തീർച്ചയായിട്ടും അതിൽ കാണിക്കാത്ത കാര്യമൊന്നുമില്ല. അതിൽ കാണിച്ച അത്രയും വേറൊരു സിനിമയിൽ കാണിച്ചിട്ടുമില്ല. അപ്പൊ ഞാൻ അത്ര വ്യക്തമായിട്ടാണ് അതിനകത്ത് കാണിച്ചേക്കുന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഒരു ഡോക്ടറായിട്ട് വന്നിട്ട് അസുഖത്തിനെ കുറിച്ച് പറഞ്ഞ ആൾക്കാർ കേൾക്കും. ആ സമയത്ത് ഒരു പബ്ലിക് പ്ലേസിൽ നിന്ന് ഒരുത്തം പറഞ്ഞാൽ നിനക്ക് ഭ്രാന്താന്ന് പറയും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി. പാർട്ടി കീർത്തിയൊന്നും നമുക്ക് വേണ്ട. നമുക്ക് കാര്യങ്ങൾ ജനങ്ങളോട് പറയാ. ജനങ്ങൾ മര്യാദ. മെയിൻ ആയിട്ടുള്ള കാര്യം ജനങ്ങൾക്ക് 10 പൈസ വരുമാനം കിട്ടിയാൽ അന്ന് സിനിമ കാണാനാണേലും ആള് വരുള്ളൂ. എന്റർടൈൻമെന്റിന് കാശ് മുടക്കണമെങ്കിൽ അവന് വരുമാനം വേണം. അതെ, അല്ലെങ്കിൽ അവൻ വരുമോ? അപ്പൊ ഇവര് ഒതുക്കാൻ നോക്കണത് ആരെയാ? കലാകാരന്മാരെ. 10 മണിക്ക് ശേഷം പരിപാടി പോലും അവതരിപ്പിക്കുന്നുണ്ടാവും. അപ്പൊ കലാകാരന്മാരെ ഒതുക്കാനായിട്ട് ഒരു വിഭാഗം ശ്രമിക്കുമ്പോൾ കലാകാരന്മാരുടെ ഇടയിൽ നിന്ന് ആരെങ്കിലും വരണ്ടേ? പിന്നെ തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ. ആദ്യം നാട്ടുകാരൊക്കെ ഭയങ്കര എതിർപ്പായിരുന്നു. ആദ്യം വിശ്വസിച്ചില്ല. ഞാൻ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് വിശ്വസിച്ചത്. അതിനുശേഷം എൻ്റെ ആശയങ്ങൾ അടങ്ങിയ എല്ലാ കൂലിപ്പണിക്കാരെയും സർക്കാർ ഉദ്യോഗസ്ഥരാക്കുമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു പ്രസ്താവന ഇറക്കി. അതെ, ഞാനത് കണ്ടായിരുന്നു. അപ്പൊ ആ പ്രസ്താവനയിൽ ആൾക്കാർക്ക് വിശ്വാസം വന്നില്ല. അപ്പൊ ഭൂമി ഉരുണ്ടതാന്ന് പറഞ്ഞപ്പോഴും ആദ്യത്തെ സമയത്ത് ആരും വിശ്വസിച്ചില്ല. ഇലോൺ മാസ്ക് മേളിൽ പോണ റോക്കറ്റ് പിടിച്ചു നിർത്തുമെന്ന് പറഞ്ഞപ്പോഴും ആരും വിശ്വസിച്ചില്ല. എന്ന് പറഞ്ഞ പോലെ എന്നെ കണ്ടാൽ മതി ഇതെന്ന് ഞാൻ പറഞ്ഞു. ഇത് നമുക്ക് പ്രാവർത്തികമാക്കാം. അതിനായിട്ടുള്ള നിയമങ്ങളും നിയമ സംവിധാനങ്ങളും സപ്പോർട്ടിങ് എല്ലാം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ റോ മെറ്റീരിയൽ മാനുഫാക്ചറിംഗ് ഹബ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് നമുക്ക് തുടങ്ങാം. കാര്യം ഇന്ത്യ ആദിമ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ റോ മെറ്റീരിയലുകൾ കൊടുത്തുകൊണ്ടിരുന്ന, ഏറ്റവും കൂടുതൽ തുണികൾ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു വലിയൊരു സാമ്രാജ്യമായിരുന്നു ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ്. ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് ഇതൊക്കെ നശിച്ചു പോയത്. അപ്പൊ അങ്ങനത്തെ ഒരു സമ്പ്രദായം കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞ് ഞാൻ നോട്ടീസുമായിട്ട് ജനങ്ങളുടെ മുന്നിൽ പോയി നേരിട്ട് പോയി കൊടുത്ത് സംസാരിച്ച് അടുത്തെങ്കിലും ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പോയി അവരോട് സംസാരിച്ചപ്പോൾ അവർക്ക് വിശ്വാസമായി. അങ്ങനെ ഇപ്പം നല്ല സപ്പോർട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് പാർട്ടി അല്ലല്ലോ. എന്നെ സംബന്ധിച്ചിട്ട് ഒരു മന്ത്രിയാകണമെന്നോ MLA ആകണമെന്നോ മുഖ്യമന്ത്രി ഇതൊന്നും നമ്മുടെ ഒരു തൊഴിലല്ല. എൻ്റെ തൊഴിൽ സിനിമയാണ്. ഞാൻ സിനിമ ചെയ്യും. ഇത് നമ്മളെ ഇടങ്ങേറാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ഒരു ചെറിയൊരു പണി. ഇതിൻ്റെ അകത്ത് നമ്മൾ MLA ആയാൽ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം നമ്മൾ നടത്തും. കാര്യം നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് 10 പൈസ കട്ടെടുക്കണ്ട. കാര്യം ലോൺ എടുക്കാതെ ബിസിനസ് ചെയ്യാന്ന്. നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങണം. നാട്ടുകാർ ഇപ്പൊ സൂപ്പർ മാർക്കറ്റാന്ന് ചിന്തിച്ചോ. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ്, നിങ്ങൾ നാഷണലൈസ്ഡ് ബാങ്കിൽ ചെന്ന് നിങ്ങളുടെ കുടുംബം കൊണ്ടുപോയി പണയം വെച്ചിട്ട് വേണ്ട ചെയ്യാൻ. MLAക്ക് അതിന്റെ ആവശ്യമില്ല. MLAക്ക് ഫണ്ട് കിടക്കുമല്ലേ. MLAയുടെ ഫണ്ട് എടുത്തിട്ട് നാട്ടിലൊരു സൂപ്പർ മാർക്കറ്റ് അങ്ങ് തുടങ്ങാലോ. നല്ല ന്യായമായ വിലക്ക് ആൾക്കാർക്ക് സാധനം കൊടുത്തൂടെ? ഇത് ഒരു 50 പരിപാടി ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മേലെ പാർട്ടി എന്ന് പറഞ്ഞ ആൾക്കാരെ ആരെങ്കിലും ചെല്ലുക. സംഭാവന പോലും വേണ്ടല്ലോ നമുക്ക്. എന്നിട്ട് ഈ കഥ തന്നെ സിനിമയാക്കാം. ഓക്കെ, നമുക്ക് സിനിമയിലേക്ക് വരാം. അതെ, ഇപ്പൊ ഒരു സിനിമ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കും. പണയം വെച്ചതാക്കോല്. അതിനകത്ത് ഷോർട്ട് ഫോം ആയിരുന്നല്ലേ? PVT, പണയം വെച്ചതാക്കോല്. നമ്മുടെ മൊത്തം നമ്മളെ പണയം വെച്ചേക്കുവാണല്ലോ. അവ അതിന്റെ ഷൂട്ട് നടക്കുന്നുണ്ട്. കഴിയാറായോ? ഇല്ല. അതിന്റെ ഫസ്റ്റ് ഷെഡ്യൂൾ നടന്ന് സുഖകരമായ ഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴേ ഈ കരിക്കുടിക്കാൻ പോയത്. അപ്പൊ പിന്നെ നേരെ ഇലക്ഷനിലേക്ക് ഇറങ്ങി. അതിലെ ആർട്ടിസ്റ്റുകള്, അതില് ചെറിയ ചെറിയ സീരിയൽ ആർട്ടിസ്റ്റുകള്, കുഞ്ഞു കുഞ്ഞു മിമിക്രി താരങ്ങള്, പിന്നെ പുതുമുഖങ്ങള്, അങ്ങനെയാണ്.
അത് കഴിഞ്ഞിട്ട് വേറെ വല്ല പ്രൊജക്ട് പ്ലാൻ വലിയൊരു പ്രൊജക്ട് വരുന്നുണ്ട്. അത് വൻകിട ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് വലിയൊരു പ്രൊജക്ട് വരുന്നുണ്ട്. അതിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് പ്രൊഡക്ഷൻ കമ്പനി അവരായിട്ട് ചെയ്യും. ഞാൻ വലിയ പടവും ചെയ്യും, ചെറിയ പടവും ചെയ്യും. നമുക്ക് അങ്ങനത്തെ വലിയ അഹങ്കാരമൊന്നും ഇല്ല. നമ്മുടെ ഇലക്ഷനും നിൽക്കും, ഇനിയിപ്പോ അടുത്തത് എനിക്ക് MP ആയിട്ട് നിൽക്കും. പിന്നെ മാറ്റമാണ്. കാശുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടുത്തങ്ങൾ നടത്തുക. അതെ, മാറ്റങ്ങൾ വേണമല്ലോ. അത് മാറ്റങ്ങളാണ് അതൊക്കെ. ഒറ്റ ലൈഫേ ഉള്ളൂ. അതെ, മനസ്സിലായോ? ഇനി ജനിക്കുമോ എന്ന് നമുക്കറിയത്തില്ല. കാര്യം എന്നാ വെച്ചാൽ ഇതിനു മുമ്പ് ജനിച്ചാൽ നമുക്കറിയത്തില്ല. ഇല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ ജന്മം നമുക്ക് അറിയണ്ടേ? അതെ. അപ്പൊ ഈ ഒരൊറ്റ ലൈഫ് ഉള്ളൂ. ഈ ലൈഫിൽ ആദ്യത്തെ 10ാം ക്ലാസ് വരെ 14-15 കൊല്ലം സ്കൂള് വെറുതെ ഇതിൽ പോയി, വെറുതെ ബാക്കി കുറെയൊക്കെ ഉറങ്ങിയും പോയി. ഇനി ആകെപ്പാടെ ഞാൻ നോക്കിട്ട് 25 കൊല്ലോ 30 കൊല്ലോ ഉള്ളു. അത് ഉറപ്പ് പറയാൻ പറ്റില്ല അത്ര ഉണ്ടാവുമെന്ന്. അതെ, അതിന്റെ അകത്ത് പോലും നമുക്ക് എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്നില്ല. അപ്പൊ ഞാൻ ഒരു ദിവസം ഇരുന്ന് ചിന്തിച്ച്, ഈ ആഗ്രഹമാണല്ലോ പ്രശ്നം. ഈ ആഗ്രഹം വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിലൊക്കെ എഴുത്തി ചാടുന്നത്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച്, ഈ ആഗ്രഹം എന്തുമായിരിക്കും ചെന്നപ്പോ ഞാൻ അതൊന്ന് ഗ്യാപ്പ് വന്നിട്ട് ആ ഗ്രഹം, മനസ്സിലായോ? ആ ഗ്രഹം. അപ്പൊ വേറെ ഏതോ ഗ്രഹത്തിൽ നിന്നാണ് നമ്മുടെ തലയിൽ ഈ സാധനമൊക്കെ കൂടിയത് തന്നെ. അപ്പൊ അവര് പറഞ്ഞതും കേട്ടങ്ങ് പോവാ. അപ്പൊ അവരിപ്പൊ പറഞ്ഞത് രാഷ്ട്രീയത്തിലേക്ക് പോകാനാണ്. ഞാനത് രാഷ്ട്രീയത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. സന്തോഷിക്കാന്നുള്ളൂ, അത്രേ ഉള്ളൂ. അല്ല, എനിക്ക് സത്യം പറഞ്ഞാല് ഈ മഹത് വ്യക്തിയോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിർത്താൻ തോന്നില്ല. കാരണം പുള്ളി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ സമയവും നിങ്ങളുടെ സമയവും, കാരണം ഇനി ഇവിടെ നിന്നിട്ടുകൊണ്ട് അടുത്ത ഇലക്ഷനെ അതിലൊരു ഗ്യാപ്പ് ഇട്ട് രാവിലെ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു രാവിലെ വരാന്ന് പറഞ്ഞു. അതിന്റെ ഇടയ്ക്ക് കളക്ടറേറ്റിൽ പോകേണ്ടി വന്നു. അപ്പൊ അങ്ങനെ ഇങ്ങനെയൊക്കെ എനിക്ക് പോലും എത്താൻ സാധിച്ചു. വന്നതിൽ വളരെ സന്തോഷം. അതിനെച്ചാൽ നിങ്ങൾ എന്നോട് പറഞ്ഞല്ലോ, ക്യാമറ ഇതൊക്കെ എടുത്ത് ഒരു ദിവസം നമ്മൾ മെനക്കെടുന്നതാണ് എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മൾ അതിന്റെ ഒരു വില കൊടുക്കണമല്ലോ. തീർച്ചയായും. അത് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് തിരക്കെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, നിങ്ങൾ എന്തായാലും പോകും. കാരണം അത് പോവാൻ ഞാൻ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല, ഒഴിവാക്കാൻ പറ്റാത്ത. കാരണം കളക്ടറേറ്റിലേക്ക് പോകുമ്പോൾ അത് ഇമ്പോർട്ടന്റ് കാര്യം. കുഴപ്പമില്ല, വരാൻ പറ്റുമെങ്കിൽ വൈകിട്ട് 5 മണിക്ക് മുന്നായിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഒരുപാട് കാര്യങ്ങൾ സിനിമയെ കുറിച്ച് നമ്മളൊന്നും പറഞ്ഞിട്ടില്ല ശരിക്കും. അതിനുവേണ്ടി ഒരു ദിവസം വന്നിരിക്കേണ്ടി അല്ല, തമാശ പറഞ്ഞല്ല. കാരണം ഇപ്പൊ വേണ്ടത് ഈ ഇലക്ഷൻ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സംഭവം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഇപ്പൊ സിനിമയെ കുറിച്ച് നമുക്ക് കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ, കാരണം കമാൻഡർ ഏലിയൻ തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് നെഗറ്റീവ്സ് കേട്ടിട്ടാണ് നിങ്ങൾ ആ സിനിമയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കാരണം ജനങ്ങൾക്കിടയിൽ നിന്ന് പോലും നിങ്ങൾ ഒരുപാട് സഹകരണങ്ങൾ. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവര് എന്റെ ഗൂഗിൾ പേയിൽ 1 രൂപ തരാൻ പറഞ്ഞു. എന്നെ ഇഷ്ടമുള്ളത് എനിക്കറിയാം. എന്റെ മുന്നേ എനിക്ക് കുറെ ആൾക്കാർ കാശ് തന്നു. ഞാൻ വിചാരിച്ചൊരു 10,000 രൂപ അല്ലെങ്കിൽ 5,000 രൂപ കൊണ്ട് ഇത് നിൽക്കും. കാര്യം മൊത്തം നെഗറ്റീവ് കമന്റ് ആണ് വന്നത്. അപ്പൊ ഇത് ഈ നെഗറ്റീവ് ഇടുന്നവന്മാരെ ഒന്ന് കാണിക്കാം എന്നൊക്കെ കരുതിയിട്ട് ഞാൻ ചോദിച്ചു. എന്റെ പൊന്നു ബ്രോ, ഇഷ്ടം പോലെ പൈസയാ വരെ. ഈ പൈസ ഒന്നും ഞാൻ 1 രൂപ എടുത്തില്ല. നിങ്ങൾ തിരിച്ചു കംപ്ലീറ്റ് ഞാൻ തിരിച്ചിട്ട് കൊടുത്തു. ആ പൈസ മൊത്തം ഞാൻ തിരിച്ചിട്ട് കൊടുത്തു. ഇനി കമൗണ്ടർ ഏലിയൻ ചെയ്യാനൊരു റീസണാണ്. അതെന്നാന്ന് വെച്ചാൽ, നമ്മളെല്ലാരും വിശ്വസിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിൽ ദൈവം കയറുമെന്ന്. നമ്മൾ പല അമ്പലത്തിൽ ചിലപ്പോൾ ഇങ്ങനെ തുള്ളലും അറിവിലെ തുള്ളലും പരിപാടിയൊക്കെ ഉണ്ട്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇങ്ങനെ ഒരു വെളിച്ചപ്പാട് തുള്ളാണ് നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ മുത്തപ്പന, അപ്പൻ, ഈ അപ്പൻ എന്നൊക്കെ പറഞ്ഞ കുറെ ഉണ്ട്. ഈ ആള് ഈ തുള്ളുന്നതിൻ്റെ ഇടയിൽ ഇയാളുടെ ബ്രെയിനിൽ ഈ ശക്തിയാണല്ലോ ഇരിക്കണേ. ഈ ശക്തി എന്ന് പറയുന്നത് മനുഷ്യനല്ലല്ലോ, അത് വേറെ എന്തോ ഒരു സൂപ്പർ നാച്ചുറൽ പവർ പോലെ അല്ലേ കാണണേ. ഈ ശക്തി നോക്കുമ്പോൾ നിങ്ങളൊരു ക്രിമിനലാണ്. എടാ, നിങ്ങളെ പോലീസും പിടിക്കുന്നില്ല, കോടതിയും പിടിക്കുന്നില്ല, നിങ്ങൾ ഇവിടെ എല്ലാ അക്രമവും കാണിക്കുന്നുണ്ട്. ഈ പന്നീനെ ഇനി ജീവിപ്പിച്ച ഇവ നശിപ്പിക്കുമെന്ന് ഈ ഉള്ളിലുള്ള ശക്തിക്ക് തോന്നാം. ഈ ശക്തി നിങ്ങളെ അമ്പലത്തിലിട്ട് വെട്ടിക്കൊന്നു. ശക്തിയുടെ പാട് നോക്കിപ്പോയി. ഈ ശക്തി ഇരുന്ന് വെളിച്ചപ്പാടുണ്ടല്ലോ, ഇയാളാണ് കൊന്നത്. അതെ, കാഴ്ചയില്, നിയമത്തില്. അപ്പൊ കോടതി നിയമവും പറയണം, ഇയാളാണോ കൊന്നത്, ഉള്ളിലുള്ള ശക്തിയാണോ കൊന്നത്. ശക്തിയാണ് കൊന്നതെങ്കിൽ ദൈവം ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം, അല്ലേ? സത്യം. ഇയാളാണ് കൊന്നതെങ്കിൽ ദൈവമില്ല എന്ന് വിശ്വസിക്കണം. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ള കഥയാണ് കമോൺട്ര ഏലിയൻ. ഇനി ആ പടം വരുമ്പോൾ ഓൺലൈനിൽ വരുമ്പോൾ നിങ്ങൾ കണ്ടോ? പിന്നെ തീർച്ചയായും എന്താണേലും ക്യാമറ ഇരിക്കുമല്ലോ, ഒരു പ്രൊമോഷൻ ആയിക്കോട്ടെ. പിന്നെ അതല്ലേ, കാരണം കാണേണ്ടത് എല്ലാവരും കാണണം, അത് വേറെ കാര്യം. എന്തായാലും സാറേ, ഇത്രയും വന്ന് സാറ് ഞങ്ങളോട് സമയമില്ലാത്ത സമയത്താണ് ഓടി വന്നേക്കുന്നത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഡ്യൂട്ടിയാണ് ഒരു സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ ഡ്യൂട്ടിയും സിനിമ ഡ്യൂട്ടിയും രണ്ടും ആസ്വദിക്കാന്നുള്ളത്. അതിനിടയിൽ വന്ന് ഞങ്ങൾക്കായിട്ട് ഇത്രയും നേരം സ്പെൻഡ് ചെയ്തതിൽ ഒരുപാട് നന്ദിയുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളുടെ ഒരു കൊച്ചു സ്റ്റുഡിയോ ആണ്, അതിലേക്ക് വരാൻ മനസ്സ് കാണിച്ചത് തന്നെ വലിയ കാര്യമായിട്ട് ഞങ്ങൾ പറയാം. ഞങ്ങൾ എന്താ പറയുക, ഒരുപാട് വലിയ സംഭവങ്ങളിൽ നിന്നല്ല, ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങൾ തുടങ്ങിയതാണത്. ഇല്ലാത്തതൊന്നും ഇവിടെ ഇല്ല.
ഉള്ളത് ഇത് മതി. മതി. അതെ ഇവിടെ മോഹൻലാൽ വന്നിരിക്കുമ്പോ നമുക്ക് ഇച്ചിരി വലുതാക്കണമെന്ന് തോന്നും. അതെ. അംബാനി വരുമ്പോ വലുതാക്കണമെന്ന് തോന്നും. അപ്പൊ അവര് തന്നെ കാശ് തരും. അപ്പൊ ഇത് വലുതായിരിക്കും. ആശയം അപ്പം തലച്ചോറിന് അത്രേ ഉള്ളൂ. ഇത് നമ്മുടെ വലിപ്പത്തിലൊന്നും അല്ലടോ. വലിയ ഫ്ലൈറ്റ് ആണെങ്കിലും ഓടിക്കാൻ അറിയാവുന്നവൻ ഓടിച്ചാലേ ഈ സാധനം ഓടുള്ളൂ. അതെ, അത്രേ ഉള്ളൂ. ഇന്നോട് സംസാരിക്കുമ്പോൾ ഭയങ്കര രസമായിട്ടാണ്. നിങ്ങൾ വന്ന് കയറിയപ്പോ തന്നെ പറഞ്ഞു വേറൊരു ഡയലോഗ്, ദിലീപേട്ടനോട് പറഞ്ഞ ഡയലോഗ് ഉണ്ട്. സാറേ നമസ്കാരം കേട്ടാ, ഇത് കഴിഞ്ഞിട്ട് കൈ അടിക്കാൻ അതെന്ത് ഡയലോഗ് ആണ് ദിലീപേട്ടാ? അത് വേറെ ഒന്നുമല്ല, നമ്മൾ സ്നേഹിക്കുന്ന പെണ്ണിനെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ വേറെ കെട്ടിക്കൊണ്ട് പോയിട്ട് നമ്മൾ സഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വരില്ലല്ലോ ഇത്. അപ്പൊ സാറേ നമ്മുടെ സ്റ്റുഡിയോനെ പറ്റി 2 വാക്ക് അതും കൂടി ഒന്ന് പറഞ്ഞു. അതായത് വളരെ ജെന്യൂൻ ആയിട്ട് നമുക്ക് ഇപ്പൊ ക്യാമറ ഇതിന്റെ ഒരു ഒഫീഷ്യാലിറ്റിയോ ഫോർമാലിറ്റികളോ ഇല്ലാതെ നമ്മൾ ഒരു ജനപക്ഷത്ത് നിന്ന്, ജനങ്ങളുടെ പ്രേക്ഷകരെന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് സംസാരിച്ചുകൊണ്ട് വളരെ കാഷ്വൽ ആയിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു മാധ്യമമായിട്ടാണ് എനിക്കിതിനെ കാണാൻ പറ്റിയത്. സ്റ്റുഡിയോ എന്നൊക്കെ പറയുമ്പോൾ അത് എക്യുപ്മെന്റ് ബേസ്ഡ് ആണ്. അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. ഇതൊരു നല്ല മാധ്യമമാണ്. നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത് സംസാരിക്കാം, പറയാനുള്ളത് പറയാം. വേദി കിട്ടുക എന്നുള്ളതാണ് പ്രധാനം. ആ വേദി ഇവർ ഒരുക്കിയിട്ടുണ്ട്. എന്നെ പോലെ സംസാരിക്കാനുള്ളവരൊക്കെ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഇവർക്ക് അതുവഴി റീച്ച് കയറി കഴിയുമ്പോൾ ഇവരും വലുതാവും, അതുവഴി നിങ്ങളും വലുതാവും. 2 കൂട്ടരും വലുതാവുമ്പോൾ സമൂഹത്തിന് പ്രയോജനപ്പെടും. അത്രയാണ് എനിക്ക്. താങ്ക് യു സാറേ. ഓക്കെ താങ്ക് യു.